ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമം. അത്യത്ഭുതകരമായ ലളിതാ പരമേശ്വരിയുടെ 1000 നാമങ്ങളുടെ നാമാർത്ഥം, വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം എന്നിവയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ അതീവ പുണ്യമായ ഒരു കാലഘട്ടം, അതായത് മണ്ഡലകാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ദേവിയുടെ നാമം, ദേവി മൂലപ്രകൃതിയാണ്. ദേവി അല്ലാതെ വേറൊരു ശക്തി ഈ ഭൂമിയിലോ ഈ 14 ലോകങ്ങളിലോ ഇല്ല എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക്, ബാക്കി എല്ലാ നാമരൂപങ്ങളും ദേവിയുടെ മൂലപ്രകൃതിയിൽ നിന്ന് വന്നതാണെന്നുള്ള സത്യം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ലളിതാ സഹസ്രനാമത്തെ 14 അധ്യായങ്ങളായിട്ട് തിരിച്ച് ദേവിയുടെ 14 തത്വങ്ങളെ കുറിച്ച് അറിഞ്ഞു പോവുകയാണ്. ഇപ്പൊ നമ്മൾ സഗുണ സ്വരൂപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ദേവിയുടെ മഹാപൂജ്യ, എല്ലാം മഹത്തായിട്ടിരിക്കുന്ന, ഏറ്റവും പൂജിക്കപ്പെടേണ്ടവളായിട്ട് ഒരാളേ ഉള്ളൂ, അത് ദേവിയാണെന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ മഹാന്മാരാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി. പൂജ്യന്മാരായിരിക്കുന്ന ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങിയവരാൽ കൂടി പൂജിക്കപ്പെടുന്നവൾ, മഹത്തായ പൂജ അർഹിക്കുന്നവളാണ് ദേവി, അല്ലെ? അപ്പൊ ദേവിയെ ആരാധിക്കുന്ന രീതികൾ നമ്മൾ കണ്ടു. ആ വിഗ്രഹത്തിലും ശ്രീചക്രം തുടങ്ങിയ യന്ത്രങ്ങളിൽ നടത്തുന്ന ബാഹ്യപൂജ, യോഗശാസ്ത്ര വിധി പ്രകാരം കുണ്ടലിനി ശക്തി ഉണർത്തി ചെയ്യുന്ന ആഭ്യന്തര പൂജ, ഇതിനൊക്കെ സമ്പ്രദായ ഭേദങ്ങളുണ്ട്. യോഗാദി കർമ്മങ്ങൾ ദേവി പ്രീതികരങ്ങളാണെന്ന് നമ്മൾ കണ്ടു. ആചാര്യന്മാരുടെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ അതുവഴി പോണം, എന്നാലേ നമുക്ക് ദേവിയിൽ എത്തിച്ചേരാൻ പറ്റൂ. ഏറ്റവും കഠിനമായിരിക്കുന്ന യാത്ര ദേവി ഏറ്റവും സുഗമമാണ്, കഠിനവുമാണ്, അല്ലെ? ദേവിയെ ആ ഒരു നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് എത്രയും പെട്ടെന്ന് നേടാമോ അതുപോലെ തന്നെ ദേവിയെ ജ്ഞാനമാർഗത്തിലൂടെ, യോഗമാർഗത്തിലൂടെ, ദേവീപരമായ മന്ത്രങ്ങള് നമ്മൾ ജപിച്ച് എത്തണമെങ്കിൽ വളരെ കഠിനമായിരിക്കുന്ന ഒരു ഹിമാലയൻ യാത്ര തന്നെയാണെന്ന് നമുക്ക് പറയാം. എപ്പോഴാണ് ദേവിയുടെ പ്രസാദം കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ദേവീപരമായിരിക്കുന്ന മന്ത്രങ്ങൾ കോടിക്കണക്കിനാണ് ഋഷിമാര് ദർശിച്ച് ലോക ഉപകാരാർത്ഥം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു രുചിഭേദവും കർമ്മഭേദവും ഗുരു നിർദ്ദേശ ഭേദകവും അനുസരിച്ച് ഭാഗ്യവാന്മാരും വിവേകികളുമായിട്ടുള്ള ഉപാസകര് പലതരത്തിലാണ് ദേവിയെ പൂജിക്കുന്നത്. അപ്പോ നമുക്കറിയാം, ഉപാസകരുടെ കൂട്ടത്തിൽ അഗസ്ത്യാദികളായിരിക്കുന്ന മഹർഷിമാരും ദേവന്മാരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളും പെടുന്നുണ്ട്. പൂജിക്കപ്പെടുന്നവരുടെ മഹത്വം കൊണ്ടും പൂജാവിധികളുടെ മഹത്വം കൊണ്ടും ഈ ജഗദംബിക, നമ്മുടെ അമ്മ രാജരാജേശ്വരി ലളിതാ മഹാത്രിപുര സുന്ദരി മഹാപൂജ്യ തന്നെയാണെന്ന് നമ്മൾ കണ്ടു. ആ പൂജ്യയായിരിക്കുന്ന ദേവിയെ പൂജിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള മെച്ചം? മഹാപാതകനാശിനി, മഹാപാപങ്ങളെ നശിപ്പിക്കുന്നവൾ. ലൗകിക ജീവിതത്തിലെ നൂലാമാലകളിൽ കുടുങ്ങിപ്പോകുന്ന വ്യക്തി അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തു പോകുമല്ലേ? എല്ലാ കർമ്മങ്ങൾക്കും ഫലം അനിവാര്യമായതുകൊണ്ട് ധർമ്മനിഷ്ഠയോടുകൂടി ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കും പാപങ്ങൾ ഉണ്ടാകാം. ഫലങ്ങള് കാലം കൊണ്ട് അനുഭവിക്കേണ്ടി തന്നെ വരും. പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ ദേവീ സ്മരണം മാത്രം മതി. ഈ പ്രത്യേകിച്ച് ദേവി ഉപാസകര് എല്ലാ പൂജകൾക്കും അന്ത്യം, ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ രാവിലെയും രാത്രിയും പ്രഭാത പ്രദോഷങ്ങളിൽ നമ്മൾ ജപിക്കേണ്ട ഒരു മന്ത്രമാണ് കൃതസ്യാഖില പാപസ്യ ജ്ഞാനതോ അജ്ഞാനതോ വാപി പ്രായശ്ചിത്തം പരം പ്രോക്തം പരാശക്തേ പദസ്മൃതി. അമ്മയുടെ പത്മങ്ങളെ ചിന്തിച്ചാൽ മാത്രം മതി നമ്മൾ ചെയ്തിട്ടുള്ളതും കൃതസ്യാഖിലം, ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും, ജ്ഞാനതോ അജ്ഞാനതോ വാപി, അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്ന് പ്രായശ്ചിത്തമാണ്. എന്ത്? അമ്മയുടെ പാദപത്മങ്ങളെ ഹൃദയപത്മത്തിൽ നമ്മൾ ഭജിക്കണം, ആ പാദപത്മങ്ങളെ നമസ്കരിക്കണം, എല്ലാം അവിടെ സമർപ്പിക്കണം. അപ്പൊ അതൊന്ന് കണ്ടാല്, നമ്മുടെ ഹൃദയപത്മത്തിൽ അമ്മയുടെ പാദങ്ങളെ കണ്ടാല് പരം പ്രോക്തം പരാശക്തി, പരാശക്തിയായിരിക്കുന്ന പരമേശ്വരിയുടെ ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങള് നമ്മുടെ ഹൃദയപത്മത്തിൽ കണ്ട് നമസ്കരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പദസ്മൃതി, ആ പദങ്ങളെ ഒന്ന് സ്മൃതി ചെയ്യുക, ഒന്ന് ഓർക്കുക, അത്രയും ചെയ്താൽ മതി. 24 മണിക്കൂറും ചെയ്യാൻ പറയുന്നില്ല, ഒന്ന് ഓർക്കുക, രാവിലെയും വൈകിട്ടും അമ്മയുടെ പാദങ്ങള്, ഈ പാദങ്ങൾ മാത്രം മതി, അല്ലേ? ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ, ദേവിയുടെ പാദപത്മങ്ങളല്ലാതെ നമുക്കൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ഇത് ബ്രഹ്മാണ്ഡ പുരാണം പറയുന്നതാണ്. തന്റെ ഉപാസകരെ പാപകർമ്മങ്ങൾ ചെയ്യാതെ ദേവി രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാല് ഹൃദയത്തില് ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുന്നവർക്ക് പാപകർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴാണോ ദേവിയെ മറക്കുന്നത് അപ്പൊ ദേവി ആരായിട്ട് തീരണു? മായാസ്വരൂപമുള്ള. അടുത്ത നാമം അതാ പറയുന്നത്, മഹാമായ. ഞാൻ ഇതൊന്ന് ഓടിച്ചതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നേ ഉള്ളൂ. ഈ നാമങ്ങൾ നമ്മൾ നോക്കിയതാണ്. മഹാമായ, മഹത്തായ മായാസ്വരൂപമുള്ളവൾ, ഇല്ലേ? ദ്വൈത ഭാവന നമ്മളിൽ ഉണ്ടാക്കും.
നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ദേവി അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ശരീര മനോബുദ്ധികൾക്ക് അപ്പുറമുള്ള ജ്ഞാനസ്വരൂപിണിയായിരിക്കണ, സർവത്തിനും കാരണഭൂതയായിരിക്കണ ആ പാദപത്മങ്ങളുള്ള ദേവി നമ്മുടെ ഹൃദയപത്മത്തില് നമ്മുടെ ആത്മാവായിട്ട് പ്രാണനുമായിട്ട് ചേർന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? പുറത്തല്ല ദേവി. നമ്മള് ദ്വൈതത്തിൽ കാണുമ്പോൾ, പുറത്ത് ദേവിയെ കാണുമ്പോൾ വിഗ്രഹങ്ങളിലും ക്ഷേത്രങ്ങളിലും എന്താ പറയാ എന്തിലും നമുക്ക് അമ്മയെ കാണാം. പക്ഷെ നമ്മൾ ഏറ്റവും ചൈതന്യവത്തായിട്ട് ചിത്തായിട്ടിരിക്കുന്ന, ചിദ്രൂപിണിയായിട്ടിരിക്കുന്ന നമ്മുടെ ഉള്ളില് ഹൃദയത്തിൽ തന്നെയാണ്. അപ്പൊ നമ്മള് ദ്വൈതത്തിൽ കാണുമ്പോൾ നമ്മൾ എന്താ ഈ അമ്മയുടെ മായാസ്വരൂപത്തെയാണ് കാണുന്നത്. മഹാമായ, മഹത്തായ മായാസ്വരൂപമുള്ളവളായിട്ട് ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള പ്രപഞ്ച വസ്തുക്കളെയും അവയുടെ പ്രവർത്തനങ്ങളെയും മുഴുവനും ദേവി നമ്മളെ കാണിച്ചു തരും. അതെന്താ? അമ്മയുടെ മായാസ്വരൂപമാണ്. സനാതനമായ സത്യം എന്താണെന്ന് വെച്ചാൽ പരാശക്തി ഒന്നേ ഉള്ളൂ. അമ്മയുടെ മായയായിട്ടിരിക്കണം. നമ്മൾ ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ അമ്മയുടെ മായാശക്തി കൊണ്ട്, ഒരു ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രജാലം പോലെ അമ്മ കാണിക്കുന്ന ഒരു മായയാണ്. കാരണം ഇവിടെ ഒന്നും പെർമനന്റ് അല്ല അല്ലെ? ഇവിടെ അസ്ഥിരമായിട്ടുള്ളതേ ഉള്ളൂ. സ്ഥിരമായിട്ടുള്ളത് ഒന്നുമില്ല. വരുന്നു, നിൽക്കുന്നു, തിരിച്ചെവിടെയോ അദൃശ്യമാകുന്നു. ഇവിടെ ഒന്നിനും പ്രത്യേകിച്ച് അസ്തിത്വമില്ല. അപ്പൊ എന്താണ്? അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത് അല്ലെ? ഈ സത്യം അറിയാവുന്ന മഹാജ്ഞാനികളായിരിക്കുന്ന ഋഷിമാര് പോലും മായയുടെ ആ സ്വാധീനത്തിൽ നിന്ന് മുക്തരല്ല. ജ്ഞാനിനാമഭി ചേതാംസി ദേവി ഭഗവതി ഹിസാബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയശ്ചതി. അപ്പൊ എന്താ? ആ ഒരു തയാ വിസൃജ്യതേ വിശ്വം ത്രൈലോക്യം സ ചരാചരം സൈഷ പ്രസന്ന വരദ നൃണാം ഭവതി മുക്തേ സാ വിദ്യ പരമാ മുക്തേർ ഹേതുഭൂത സനാതനി സംസാര ബന്ധു ഹേതുശ്ച സൈവ സർവേശ്വരേശ്വരി. ആ ദേവി മഹാമായ എന്താ ചെയ്യണത്? ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായിട്ട് ആകർഷിച്ച് മോഹവശമാക്കുന്നു. 3 ലോകങ്ങളും അതിലുള്ള ചരാചരങ്ങളും ആ മായയാൽ ഉൽപ്പാദിക്കപ്പെടുന്നു. ആ ബന്ധഹേതുവായിരിക്കണം ആ മായ തന്നെ പ്രസന്നയാകുമ്പോൾ മനുഷ്യർക്ക് മുക്തി നൽകുന്ന വരതയായിട്ട് ഭവിക്കുന്നു. വിദ്യാരൂപിണിയും സനാതനിയുമായിരിക്കുന്ന മായ, ആ മായ തന്നെയാണ് മുക്തിക്ക് ഹേതുഭൂതയായി തീരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. അമ്മയെ നല്ലവണ്ണം ശരണാഗതി ചെയ്താൽ ഈ മായ കാണിക്കുന്ന അമ്മ തന്നെ നമുക്ക് മുക്തിക്ക് ഹേതുവായിട്ട് തീരും. സർവേശ്വരന്റെ ഈശ്വരിയായിരിക്കുന്ന ആ സംസാര ബന്ധത്തെ ഇല്ലാതാക്കുന്ന ആ ഒരു ഹേതുവായിട്ട് ദേവി തന്നെ തീരും. നമ്മൾ എന്താ ശരിക്കും കാളികാ പുരാണത്തില് മായാ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ജന്തുക്കള് ഈ ഭൂമിയിൽ വരുമ്പോ മായയില് പെട്ടുപോകുന്നതെന്ന്. അപ്പോ ഗർഭാന്ത ജ്ഞാനസമ്പന്നം പ്രേരിതം സൂതിമാരുതൈഹി ഉത്പന്നം ജ്ഞാനരഹിതം കുരുതേയ നിരന്തരം പൂർവാദിപൂർവം സംഘാത സംസ്കാരേണ നിയോജ്യ ആഹാരാദൗ തതോ മോഹം മമത്വ ജ്ഞാനസംശയം ക്രോധോ പരോധ ലോഭേഷു ക്ഷിപ്ത്വാ പുനഃ പശ്ചാത് കാമേന യോജ്യാശു ചിന്തായുക്തമഹർനിശം ആമോദയുക്തം വ്യസനാസക്തം ജന്തും കരോതിയ മഹാമായേതി സംപ്രോക്ത തേന സ ജഗദീശ്വരി. കാളികാപുരാണത്തില് മായാപ്രവർത്തനത്തെ കുറിച്ച് പറയാണ്. പ്രസൂതിമാരുതിനാൽ പ്രസവ സമയത്തുണ്ടാകുന്ന വായുവിനാൽ പ്രേരിതമായിട്ട് ശിശു ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോടുകൂടി ജ്ഞാനം നശിക്കുന്നു. അപ്പൊ മരണത്തിന് ശേഷം ആത്മാബന്ധ എല്ലാം പൂർണ്ണ അറിവുള്ളതാണ് ആത്മാവില്ലേ? ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ആ ശിശു നമുക്ക് പറയാൻ പറ്റില്ല, ജീവന് പൂർണ്ണമായി ജ്ഞാനമുണ്ട്. പക്ഷെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോ, പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന പഞ്ചീകൃതമായിരിക്കുന്ന പ്രപഞ്ചത്തിലേക്ക് വരുമ്പോ ജ്ഞാനം നശിച്ചു പോകുന്നു. കാരണം എന്താ? പൂർവ്വ സംസ്കാരം, അതായത് ആ പൂർവ്വ സംസ്കാര ജന്യമായ വാസനകൾക്കനുസരിച്ച് ആഹാരാദികളിൽ തുടങ്ങി മോഹവും മമതയും ഇല്ലേ? അഹം എൻ്റെ എന്നുള്ളത് മമത്വം. ആ അഹം വരുമ്പോ മമത്വം കൂടെ വരണു. അപ്പൊ അങ്ങനെ ക്രമേണ ആ ക്രോധ ലോപാദികളിൽ മുഴുകി ആ വളരുന്ന കാമവും രംഗത്ത് കടന്നു വരുന്നു. അപ്പൊ ആഗ്രഹങ്ങൾ വർദ്ധിക്കണു, ചിന്തായുക്തനായിട്ട് തീരുന്നു, സന്തോഷവും വ്യസനവും അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നു. പ്രതീതി നമുക്ക് തോന്നുന്നതാണ്. നമ്മൾ വിചാരിക്കണു നമ്മൾ അനുഭവിക്കണമെന്ന്. നമുക്കിപ്പോ അത് സത്യമായിട്ട് തോന്നുന്നതാണ്. ശരിക്കും അതൊരു പ്രതീതി മാത്രമാണ്. ഇതെല്ലാം ജഗദീശ്വരിയായിരിക്കണ മഹാമായയുടെ പ്രവർത്തനങ്ങളാണ്. മായ എന്ന പദത്തിന് ശരിക്കും കൃപ എന്നുള്ള അർത്ഥമുണ്ട്. ശരിക്കും പറഞ്ഞ മായാദംഭേ കൃപയാംച എന്ന്, മഹത്തായിട്ടുള്ള കൃപയുള്ളവള്. ഈ മായ യവനിക മാറ്റുന്നത് ആരാ? അമ്മ തന്നെ. അപ്പൊ ഇടുന്ന ആള് തന്നെയാ മാറ്റുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് അമ്മയ്ക്ക് ശരണാഗതി ചെയ്താല്, കാരണം ആ ഒരു കൃപാ ബഹുല എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിലെ ഭാസ്കരരായ ഒരു ദേവിയെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര കൃപയാ. ചുമ്മാ നമ്മളെ കളിപ്പിക്കുക. ഒരു തിരസ്കരണി ഇട്ടിട്ട് അമ്മയെ കാണിക്കാതെ
അമ്മ അതിന് പുറകിലിരുന്ന് നമ്മളെ ഈ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ ചരട് വലിച്ച് നാമരൂപങ്ങൾ ഉണ്ടാക്കി അവരെ ഇങ്ങനെ എന്താ ചലിപ്പിച്ചുകൊണ്ട് അമ്മ കളിച്ച് രസിച്ച് സന്തോഷമായിട്ട് ക്രീഡാ ക്രീഡാസക്തയായിട്ട് അല്ലെ, ലീലാഭാവേന, അതാണ് ലളിത. സന്തോഷത്തോടു കൂടിയാണ് അമ്മ ഇതെല്ലാം ചെയ്യുന്നത് ഇല്ലേ. നമുക്കാണ് ഇതൊക്കെ കാണുമ്പോൾ ദുഃഖവും സുഖവും ഒക്കെ മാറി മാറി വരുന്നത്. അപ്പൊ ആ അമ്മ ഒരു തിരസ്കരണിക്ക് പുറകില് അമ്മ ഇരുന്ന് ഈ കളിക്കുന്ന ആ കളി, തിരസ്കരണി മാറ്റണമെങ്കിൽ, ഈ മഹാമായ എന്ന് പറയുന്ന തിരസ്കരണി മാറണമെങ്കിൽ എന്ത് വേണം? അമ്മയ്ക്ക് തന്നെ ശരണാഗതി ചെയ്യണം, അമ്മയെ അറിയണം. അമ്മയല്ലാതെ വേറൊരു വസ്തു ഇവിടെ ഇല്ല എന്നുള്ള തിരിച്ചറിവില് ഈ ഓരോ ജീവനും തിരിച്ചുള്ള പ്രയാണം അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ എന്തായിട്ട് തീരുന്നു? അടുത്ത നാമം നമ്മൾ നോക്കുകയാണ്, 216 നാമം മഹാസത്വ. അപ്പൊ മഹത്തായിരിക്കുന്ന സത്വത്തോട് കൂടിയവൾ. സത്വം എന്ന പദത്തിന് ത്രിഗുണങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന സത്വഗുണം എന്നത് കൂടാതെ നമുക്ക് ഉണ്മ, വസ്തു, ജീവൻ, ചൈതന്യം, പിശാച്, ബലം, ധൈര്യം, സമ്പത്ത്, ബുദ്ധി തുടങ്ങിയിട്ട് പല അർത്ഥങ്ങള് നമുക്ക് എടുക്കാം. അപ്പൊ ഈ അർത്ഥങ്ങളിലെല്ലാം തന്നെ മഹാ എന്നുള്ള വിശേഷണം ചേർത്താൽ അത് ദേവീപരമായിരിക്കുന്ന അർത്ഥം കൽപ്പിക്കാൻ സാധിക്കും. അപ്പൊ മഹത്തായിരിക്കുന്ന സത്വഗുണം തന്നെ രൂപമായിരിക്കുന്നവൾ എന്നതുപോലെ ദേവി മഹാസത്യസ്വരൂപിണിയാണ്. മഹത്തായ വസ്തുക്കളുടെ രൂപമുള്ളവളും ആ ജീവൻ ആധാരമായിരിക്കുന്ന മഹാചൈതന്യവും ആ ഒരു പൈശാച ബലയുക്തയും മഹാധീരയും എല്ലാ സമ്പത്തിന്റെ രൂപമുള്ളവളും എല്ലാ ബുദ്ധിക്കും ആ ഒരു പ്രഭവമായിട്ടുള്ളത് കൊണ്ട് ദേവിക്ക് നമ്മൾ ഈ നാമം എന്താ? മഹാസത്വ. അപ്പൊ ഈ ഒരു നാമം നമ്മൾ എന്താ, മഹാമായ കഴിഞ്ഞ ഉടനെ വന്നു അല്ലേ. അപ്പൊ സത്വഗുണത്തോടു കൂടി ഇരിക്കുന്നവൾ, സത്വഗുണത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവമായിട്ടിരിക്കുന്നവൾ. അപ്പൊ സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ത്രിഗുണങ്ങളാണ്. അമ്മ ത്രിഗുണാത്മികയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗുണങ്ങളും കർമ്മങ്ങളും സ്വഭാവങ്ങളും രജോ ഗുണമാണ് അല്ലെ. ആത്മാവിനെ നീചമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് തമസ്സാണ്, തമോ ഗുണമാണ്. അപ്പൊ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുപോയി ബ്രഹ്മപ്രാപ്തിയിൽ എത്തിക്കുന്ന ഗുണകർമ്മ ഭാവങ്ങള്, ഇതില് നമുക്ക് സത്വം അതിന്റെ പരമമായിരിക്കുന്ന ഭാവമാണ്. അത് തന്നെയാണ് അമ്മ എന്ന് ഇവിടെ നമുക്ക് പറയാം. അപ്പൊ മഹാസത്വ, മഹത്തായ സത്വശീലത്തോട് കൂടിയ ദേവി ആ ഒരു എന്താ ഉയർന്ന തലത്തില് മഹാമായ ഇരിക്കുന്ന ദേവി മഹാസത്വയും കൂടെയാണ്. അപ്പോ ആ മഹാസത്വം എന്ന് പറഞ്ഞാൽ മഹാമായയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷ നേടാം എന്ന് പറയുകയാണ്. ഉടനെ അടുത്ത നാമം വന്നിരിക്കുന്നത് എന്താ നോക്കൂ, മഹാസത്വ. അപ്പൊ സത്വശീലത്തോടു കൂടി ഇരിക്കുന്ന ദേവി അവിടെ പറയുകയാണ്. അപ്പൊ നമ്മൾ മഹാമായയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഗുണങ്ങളെ അതിക്രമിക്കണം. സത്വരജസ് തമോ ഗുണങ്ങൾ, അതിനപ്പുറം തുരീയം എന്ന് പറയുന്ന ഗുണം ഇല്ലേ. തുരീയം നമുക്ക് അനുഭവവേദ്യ അല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ തുരീയ പദമാണെന്ന് പറയണു. അപ്പൊ അതിനെ നമ്മള് ഈ പറഞ്ഞ മഹാമായെ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷ നേടാം, ഇല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് തോൽപ്പിക്കാം എന്നീ നാമം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ സത്വഗുണത്തെ ആ ഒരു മഹത്താക്കിക്കൊണ്ട് മാത്രമേ മായയെ നമുക്ക് പരിധിയിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ത്രിഗുണങ്ങളില് സത്വഗുണമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഒരു വ്യക്തിയിലെ സത്വഗുണം പ്രബലമാകുമ്പോൾ അവൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. സത്യവ്രതനെ പോലെ വിഡ്ഢിയാണെങ്കിലും പാപങ്ങൾ ചെയ്യാതെ സത്യത്തിൽ ഉറച്ചു നിൽക്കണു. അറിയാതെയാണെങ്കിലും നമ്മുടെ ആ ഒരു ബഹിർസ്ഫുരണങ്ങളെല്ലാം തന്നെ ആ വ്യക്തിയിൽ ഉണ്ടാകും. ഇപ്പൊ പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു എന്താ പറയാ 12-ൽ 5 സത്വഗുണമാണ്. പിന്നെ രജോ ഗുണം 12 എന്നത് 12 മാസങ്ങളെ എടുക്കാം. മഹാഭാരതം വനപർവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അഷ്ടാവക്ര മുനിയാണ് ഇത് പറയുന്നത്. 12 മാസങ്ങൾ ഒരു വർഷത്തെ സൃഷ്ടിക്കുന്നു. 12 അക്ഷരങ്ങളുള്ള ഒരു അളവിനെ, അപ്പൊ ഒരു പാത അളവിനെ നമ്മൾ ജഗതി എന്ന് പറയുന്നു. ആ പുരാതന യജ്ഞങ്ങൾ 12 പിന്നെ 12 എന്ന് പറയുന്ന ദ്വാദശ ആദിത്യന്മാരാണ്. ഇങ്ങനെ 12ന്റെ പ്രാധാന്യം എല്ലാ വിപ്രന്മാരാലും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അഷ്ടാവക്ര മുനി പറയുന്നു. അപ്പൊ ദ്വാദശ ആദിത്യന്മാരാൽ ചലിക്കപ്പെടുന്ന ഈ പ്രപഞ്ചം 12ആയി വിഭജിച്ചാൽ അതിൽ 5 സത്വഗുണമാണ്. അപ്പൊ 4 ഭാഗം രജോ ഗുണം, 3 ഭാഗം തമോ ഗുണ പ്രധാനമാണെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രകൃതീശ്വരിയായിരിക്കുന്ന ദേവി മഹാസത്വമായിട്ടാണ് വിശേഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രകൃതിയിൽ ജീവിക്കുന്ന മനുഷ്യരും ഈ ഗുണത്തില് ശരിക്കും പറഞ്ഞാല് ഈ ഗുണം കൊണ്ട് ആ ഗുണം നമ്മള് സ്വാംശീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമാണ് ഈ ഭാവം എടുക്കാൻ പറ്റുന്നത്. അവർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതും. മറ്റെല്ലാ ജീവജാലങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവയെ മറക്കുന്നവയാണ് ഇല്ലേ. മനുഷ്യർക്ക് ഈ ഗുണം പ്രകൃതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കൊണ്ടും തിരിച്ചറിവുള്ളത് കൊണ്ടും ഈ ഗുണത്തിൽ നിൽക്കാൻ പ്രയാസമില്ലെന്ന് ഈ നാമം നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രതിസന്ധികളിൽ തളരാതെ
തളരാത്ത മനസ്സുള്ള മനുഷ്യരും സത്വഗുണികളാണെന്ന് നമുക്ക് പറയാം. അപ്പോ ആ ഒരു സകാരാത്മകമായിട്ട് ഇരിക്കുന്ന ദേവി സത്വഗുണപ്രധാനിയാണ്. തന്റെ ഭക്തരിലേക്ക് ഈ ഗുണത്തെ പകർന്നു കൊടുക്കുന്നു. ഈ നാമം എന്ന് പറയുന്നത് സത്വഗുണത്തിന്റെ മാഹാത്മ്യമാണ് പ്രകടമാക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മഹാസത്വമായിട്ടിരിക്കുന്ന ദേവി എന്താണ്? മഹാശക്തി. അടുത്ത നാമം 217 നാമം മഹാശക്തിയായിട്ടിരിക്കുന്നവൾ, പരമമായിട്ടുള്ള ശക്തിയായവൾ, തന്നേക്കാൾ വലിയ ശക്തി വേറെ ഇല്ലാത്തവൾ എന്ന് നമുക്ക് എടുക്കാം. അപ്പോ മഹാശക്തിയായിരിക്കുന്ന ദേവി എന്ന് പറയുമ്പോ എന്താ? മഹത്തായിട്ടുള്ള ശക്തിയോട് കൂടിയവൾ, മഹാശക്തി സ്വരൂപിണി, സർവ്വലോകങ്ങളുടെയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായ ശക്തിയോട് കൂടിയവൾ. ഈ അർത്ഥത്തില് ശക്തി എന്ന പദത്തിന് നമ്മൾ ബലം, സാമർഥ്യം, മഹാലക്ഷ്മി, ഗണപതി, കവിതാദി കലകളിലുള്ള ആ ഒരു വൈദഗ്ധ്യം, പ്രകൃതി, മായ, ആയുധം, വേല്, ശൂലം, വാൾ എന്നിങ്ങനെ നാനാ അർത്ഥങ്ങൾ നമുക്ക് ഈ നാമത്തിന് കൊടുക്കാം. ഈ അർത്ഥങ്ങൾ സ്വീകരിച്ചാൽ മഹത്തായിട്ട് ബലമുള്ളവൾ, മഹത്തായ ആയുധങ്ങൾ ഉള്ളവൾ, അല്ലേ? അപ്പോ ആ ഒരു മഹാലക്ഷ്മി സ്വരൂപിണിയായിരിക്കണ, ഗണപതി രൂപം സ്വീകരിച്ചവൾ, മഹത്തായ കലകളെല്ലാം ദേവത രൂപങ്ങൾ തന്നെയാണ്. അപ്പൊ വിശ്വപ്രകൃതി രൂപിണി, മായാസ്വരൂപിണി, ആയുധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നവൾ, ഇങ്ങനെ നമ്മൾ എടുത്താല് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ദേവി തന്നെയാണ്. കാരണം അവിടെ ദേവി അല്ലാത്ത ഒന്നുമില്ല. യസ്യ പദാർത്ഥസ്യ യായ ശക്തി ശക്തി രൂതാഹൃത സാസ വിശ്വേശ്വരി ദേവി എന്ന് ലിംഗപുരാണം പറയണു. കാരണം ഇവിടെ ശക്തി അല്ലാതെ വേറെ ഒന്നുമില്ല, അല്ലെ? അപ്പൊ മഹത്തായ ശക്തിയോട് കൂടിയവൾ മഹാശക്തി. അപ്പൊ മഹത്തായ ശക്തി, ഊർജം, അനുഗ്രഹം എല്ലാം തരുന്നവൾ. അപ്പൊ ഈ ഒരു വിശേഷണം ദേവിക്ക്, ദേവിയുടെ വിവിധ ശക്തി അംശങ്ങളും നമ്മൾ അറിയണം. കാരണം ശരീരബലമോ ബാഹുബലമോ ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മഹത്തായ വീര്യം, അഭിവൃദ്ധി എന്തിനാണോ അതാണ് മഹാശക്തി. അപ്പൊ മഹാസത്വമായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ ഉള്ളിലെ മഹാശക്തിയായിട്ട് വിളങ്ങുകയാണ്. പ്രപഞ്ചത്തിലെ ശക്തികളെ കുറിച്ച് നമുക്കറിയാം. അതിനാണ് നമ്മൾ പ്രപഞ്ച ശക്തികളിലെ കാറ്റ്, മഴ, സുനാമി, കടല്, നമ്മുടെ എന്താ പറയുക, ഈ പ്രപഞ്ചം ചരാചരങ്ങളെല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇല്ലേ? ആ സൂര്യൻ, ചന്ദ്രൻ, എന്താണ് എല്ലാം ഒരു പഥങ്ങളിലൂടെ, ആ മിൽക്കി വേ ഗാലക്സി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, ഇതെല്ലാം ഒരു ശക്തിക്ക് വിധേയമായിട്ട് അവ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതാണ് മഹാശക്തി. ഇപ്പൊ പ്രകൃതി ചൈതന്യം ഭൂമിയില് അതിന്റെ ഗുരുത്വാകർഷണ ശക്തിയായിട്ടാണ് വിളങ്ങുന്നത്, ഇല്ലേ? നമുക്കറിയാം ആകർഷണ ശക്തി, മോളിൽ നിന്നൊരു സാധനം ഇട്ടാല് അത് താഴേക്ക് വരും. അതിനാണ് നമ്മൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാശക്തിയായിട്ട് ഇരിക്കുന്ന ദേവിയുടെ ശക്തി തന്നെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നത്. സ്വയം ഭ്രമണം, സൂര്യനെ ചുറ്റിയുള്ള ഭ്രമണം എല്ലാം എന്താ? ആ മഹാശക്തി തന്നെയാണ്. അപ്പൊ ഇല്ലെങ്കിൽ ഈ മഹത്തായിരിക്കുന്ന അണ്ടചരാചരങ്ങൾ എങ്ങനെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, അല്ലേ? അതിന്റെ ഭ്രമണപഥത്തിലൂടെ ഒന്നും തെറ്റാതെ ആ ഒരു എന്താ പറയാ, സൂര്യൻ രാവിലെ ഇത്ര സമയത്ത് ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, നക്ഷത്ര ഗണങ്ങള്, അല്ലെ? എന്തൊക്കെയാണ് ഈ പ്രപഞ്ച ആ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന്, ശാസ്ത്രജ്ഞനോ നമ്മളിപ്പോ അതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കോ, കടലിന്റെ അടിയിലുള്ള വസ്തുക്കളെ കുറിച്ചോ, ആകാശത്തിലെ വസ്തുക്കളെ കുറിച്ചോ, പർവ്വതങ്ങളെ കുറിച്ചോ, പ്രപഞ്ച ശക്തികളെ കുറിച്ചോ എന്തിനെ കുറിച്ചെങ്കിലും നമുക്ക് പഠിക്കാന്നല്ലാതെ 1% പോലും മനുഷ്യന് അവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഒരു മഹാശക്തി, ഈ ഭ്രമണം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലെ? ഒരു നമ്മൾ പറയുന്നു ഈരേഴ് 14 ലോകങ്ങള്, നമുക്ക് നവഗ്രഹങ്ങളെ കുറിച്ച് മാത്രമേ അറിയൂ. അതുപോലെ അനേക കോടി ഗാലക്സികളുണ്ട്. ആ എല്ലാ ഗ്രഹങ്ങളും അതിന്റെ ഭ്രമണപഥത്തിലൂടെ തെറ്റാതെ, വ്യത്യാസം വരാതെ കാലങ്ങൾക്ക് അനുസൃതമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കാലങ്ങള് 6 ഋതുക്കൾ മാറി മാറി വരുന്നു. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഇതിന്റെ പുറകിലുള്ള മഹാശക്തി ആരാണ്? ഇതിന്റെ ആ ഒരു വലിയൊരു ആർക്കിടെക്റ്റ് ഉണ്ട്, ഇല്ലേ? എല്ലാം അറിയുന്ന ഒരു പ്രപഞ്ച ശില്പി, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു മഹാശക്തി ഇല്ലെങ്കിൽ ഈ അണ്ടചരാചരങ്ങളെ എവിടെ നിന്ന് വന്നു, എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇത് എങ്ങനെയാണ് ഇതെല്ലാം ചലിക്കുന്നത്? ആ ചന്ദ്രന്റെ ശീതളിമ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ആ ഒരു ഉൽക്കകള് ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് ചാമ്പലായിട്ട് തീരുന്നത്, അവയെ ചാമ്പലാക്കുന്ന പ്രപഞ്ചം എല്ലാം ദേവിയിൽ നിന്നുള്ള മഹാശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്വയം ഊർജത്തെ ആ ഒരു ഉണ്ടാക്കി പ്രദാനം ചെയ്യാനുള്ള ശക്തി, അതാണ് മഹാശക്തി എന്ന് പറയുന്നത്. ഇനി മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ അവരുടെ സഞ്ചാരപഥത്തിലൂടെ യുക്തമായി നീങ്ങുന്നത് ആ മഹാശക്തി കൊണ്ട് മാത്രമാണ്, അല്ലെ? ഇപ്പൊ പ്രപഞ്ചത്തിലെ ശൂന്യത വരെ ഓരോന്ന് കൽപ്പിച്ച് നൽകിയിട്ടുണ്ട് പ്രപഞ്ചശക്തി. അങ്ങനെ എല്ലാ ശക്തികളുടെയും
പരമപ്രഭവ സ്ഥാനത്തെയാണ് നമ്മൾ മഹാശക്തി എന്ന് പറയുന്നത്. ഇനി ജീവജാലങ്ങളെ എടുത്താൽ അവിടെ ശരിക്കും പറഞ്ഞ അമ്മമാരാണ് മഹാശക്തികളായിട്ടിരിക്കുന്നത്. മനുഷ്യരെ വിട്ട് എല്ലായിടത്തും അമ്മമാരാണ് ഇല്ലേ മക്കളെ സംരക്ഷിക്കുന്ന മഹാശക്തി. 10 മാസം ഉദരത്തിൽ കൊണ്ടു നടന്നു, വെളിയിൽ കൊണ്ടുവന്ന് അവരെ സംരക്ഷിച്ച് വളർത്തി പ്രപഞ്ചത്തില് നിലനിൽക്കാൻ പാകമായിട്ടുള്ള ഒരു ജീവനാക്കി തീർക്കുന്ന ആ അമ്മ എന്ന് പറയുന്ന 2 വാക്കാണ് അല്ലേ. അതുകൊണ്ടാണ് ശ്രീ മാത്രേ നമഃ, മാതാവിനായിക്കൊണ്ട് നമസ്കാരം. എല്ലാം മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അമ്മ ഒരു പ്രധാന കണ്ണിയാണ്. മക്കളെ സംരക്ഷിക്കുന്ന മഹാശക്തി അല്ലെ. മനുഷ്യരിലെ മനോബലവും വ്യക്തതയും ശ്രദ്ധയുമാണ് മഹാശക്തിയായിട്ടിരിക്കണമെന്ന് പറയാം. ആ മഹാശക്തി ആ ശക്തിയുടെ സാമീപ്യം പോലും സാധാരണക്കാരുടെ പ്രചോദനവും ആശ്വാസവും ആവാറുണ്ട്. അപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് ഒരു പങ്കാളി, ആ ഒരു ബന്ധുവോ സുഹൃത്തോ അപരിചിതരോ ആവാം, നമുക്ക് ഒരു ശക്തി പകർന്നു തരുന്നത് ആരാണ്? അവരെല്ലാം തന്നെ മഹാശക്തരാണ് അല്ലെ. നമ്മള് ആ ഒരു സത്വഗുണം ഏകീകരിക്കുമ്പോഴാണ് ആശയങ്ങൾ ഏകീകരിക്കപ്പെടുന്നത്. മഹാശക്തിയാണ് നമ്മുടെ ശരീരത്തിലെ, മനുഷ്യന്റെ ശരീരത്തിലെ മഹാശക്തിയാണ് നമ്മൾ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതിന്റെ പ്രഭാവമാണ് ഈ ചാക്രികമായിരിക്കുന്ന സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം. പ്രപഞ്ച കുണ്ടലിനിയുണ്ട്. മനുഷ്യന്റെ സ്വശരീരത്തില് ആ കുണ്ടലിനി ശക്തി മൂലാധാര ചക്രത്തില് ആ ഒരു തലകീഴായിട്ട് സ്വയംഭൂ ലിംഗത്തിൽ ചുറ്റിക്കിടക്കുന്ന 3.5 ചുറ്റുള്ള ആ മഹാശക്തി നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കാരണമാകുന്നത് ഈ ശക്തിയാണ്. ഈ മനുഷ്യനിലെ കുണ്ടലിനി ശക്തിയുടെ പ്രഭാവം അവനിൽ മറഞ്ഞു കിടക്കുന്ന ശക്തികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ട് തീരണു. ഒരു സാധാരണ മനുഷ്യന്റെ ഒരു 10 തൊട്ട് 15% ബുദ്ധി അഥവാ ബോധതലം മാത്രമേ ഉണരുന്നുള്ളൂ എന്ന് പറയണു. കാരണം നമ്മൾ വളരെ വിശ്വവിഖ്യാതനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന്റെ 10% ഉപയോഗിച്ചപ്പോഴാണ് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയതെന്ന് നമ്മൾ ഓർക്കണം. ഇനി കുണ്ടലിനിയെ അറിഞ്ഞ ബ്രഹ്മാവ് സൃഷ്ടിയും മഹാവിഷ്ണു പാലനവും മഹേശ്വരൻ സംഹാരവും ചെയ്യാൻ പ്രാപ്തരാകണു. കാരണം നമ്മളിലെ ഈ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ കണ്ടെത്തലാണ് ഓരോ നാമവും അതിന്റെ അർത്ഥങ്ങളും വിശദീകരിക്കുന്നത്. ഈ 1000 നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് ശക്തിയായിട്ട് അല്ലെ, നമ്മുടെ പ്രാണശക്തിയായിട്ട് കുണ്ടലിനിയായിട്ട് നമ്മുടെ ശരീരത്തിലെ 30 മുക്കോടി ദേവീ സ്വരൂപങ്ങളായിട്ട് 64 കോടി യോഗി ഗണദേവതകളായിട്ട് എല്ലാം ദേവി പല പല രൂപത്തില് അല്ലെ നമ്മുടെ ഹൃത്പത്മത്തില് ആ ഒരു വശിന്യാദി വാഗ്ദേവതകളോട് കൂടിയിരിക്കുന്ന ആ സ്വയം അഹമിത്യേവ വിഭാവയെ ഭവാനി, ഭവാനിയായിട്ട് ഈ ഭവിച്ചിരിക്കുന്ന എല്ലാത്തിന്റെയും സൂത്രധാരകയായിട്ട് ഈ ഒരു ഭുവനേശ്വരിയായിട്ട് ദേവി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കണം. അതിനാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ദേവിയുടെ നാമങ്ങൾ പഠിക്കുന്നത്. കാരണം ലളിതാ സഹസ്രനാമത്തിന് അപ്പുറം ഒരു നാമം ഇല്ല എന്ന് പറയാറുണ്ട്. വേറെ ഏത് നാമങ്ങൾ പഠിച്ചാലും അത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് പൂർണ്ണമായിരിക്കുന്ന വാഗ്ദേവതകളെ ദേവിയെ അറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാകുന്ന ഒരു ചെറിയ തുള്ളി ജലം, സമുദ്രത്തിലെ ഒരു തുള്ളി ജലം അല്ലെ, ഈ ജീവഭാവം ആ പരമാത്മഭാവത്തിൽ ലയിച്ചില്ലാതാകണം. ഞാനെന്നുള്ള ആ വ്യക്തിബോധം ആ ഒരു പരമമായിരിക്കണ ബോധത്തിൽ ലയിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. അതോ നമ്മുടെ ആത്മവിദ്യ എന്ന് പറയാൻ, നമ്മുടെ ആത്മാവ് ആരാണ്, ഹൂ ആം ഐ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരാണ് ഈ 1000 നാമങ്ങൾ. അതിന്റെ ഓരോ നാമങ്ങളും അർത്ഥങ്ങളും വിശദീകരിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ട എന്താ? നമ്മുടെ ഒരു യാത്രയാണില്ലേ. ആ മൂലാധാരത്തിൽ നിന്ന് ജീവന്റെ യാത്ര സഹസ്രാരത്തിൽ ശിവനുമായിട്ട് മേളിച്ച് ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക ദേവി ഇട്ട് തരുന്നു. ആ ജീവൻ മുക്തമായി കഴിഞ്ഞു എന്നുള്ള കയ്യൊപ്പ് അമ്മയാണ് തരുന്നത് നമുക്ക്. അപ്പോ ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തിയെ പുറത്തു കൊണ്ടുവരാനുള്ള മന്ത്രങ്ങളും സാധനങ്ങളുമാണ് ഈ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും എന്ന് പൂർവ്വസൂരികൾ പറഞ്ഞു തരുന്നുണ്ട്. അത് എളുപ്പമല്ല. അതിന്റെ മഹത്വം അറിഞ്ഞ് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. എന്നാൽ ശക്തി വിശേഷങ്ങളെല്ലാം ഉണർന്നു വരും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ ഓരോ നാമങ്ങളും ദേവി നമുക്കായിട്ട് പറഞ്ഞു തരുന്ന പോലെയാണ് അല്ലേ. അപ്പൊ മഹാശക്തിയായിരിക്കുന്ന ദേവി മഹാരഥിയാണ്. മഹാരഥി, മഹാശക്തി, മഹാരഥി. എന്താണ് മഹാരഥി? മഹത്തായിരിക്കുന്ന ആനന്ദത്തോടു കൂടിയവൾ, ഭക്തർക്ക് ആനന്ദമരുളുന്നവൾ, ലൗകികമായിരിക്കുന്ന ആളുകൾക്ക് വിഷയരതിയിൽ നേടുന്ന ആ ഒരു താൽക്കാലികമായ ആനന്ദത്തെക്കാൾ കവിഞ്ഞ ഒരു ആനന്ദം, അതായത് ജ്ഞാനികൾക്ക് ജ്ഞാനം കൊണ്ടുണ്ടാകുന്നു എന്ന് പറയണു. അപ്പൊ ശാശ്വതമായ ആനന്ദം ജ്ഞാനികൾക്ക് കൊടുക്കുന്നവൾ, അതാണ് മഹാരഥി. മഹാകാമ സുന്ദരിത്വം കൊണ്ട് മഹാരഥി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. രഥി എന്നാല്
ആ ഒരു സാഹിത്യ ശാസ്ത്രപ്രകാരം ശൃംഗാരത്തിന്റെ സ്ഥായി ഭാവമാണ്. ഇപ്പൊ സ്ത്രീ പുരുഷന്മാർക്ക് അന്യോന്യം ഉണ്ടാകുന്ന ആസക്തിക്ക് പ്രേരകമായ ചേതോ വികാരം എന്ന് പറഞ്ഞാൽ എന്താ? രതി തന്നെയാണ് ഇല്ലേ? ഇപ്പൊ പ്രപഞ്ചത്തിലെ വിവിധ ഘടകങ്ങളെയും ബ്രഹ്മാണ്ടങ്ങളെയും ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കുള്ള ഗ്രഹഗോളാദികളെ യഥാസ്ഥാനം നിലനിർത്താനും പ്രവർത്തിപ്പിക്കാനും ചെയ്യുന്ന ശക്തിയെയാണ് നമ്മൾ രതിയാണ് എന്ന് മനസ്സിലാക്കണം. ആ രതിയാണ് ദേവീ സ്വരൂപം എന്നതും അതുകൊണ്ടാണ് ദേവിക്ക് മഹാരഥി എന്നുള്ള പേരും നമുക്ക് വ്യാഖ്യാനിക്കാം. രതി ശബ്ദത്തിന് സന്തോഷം, തൃപ്തി, ക്രീഡ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട്. മഹത്തായിരിക്കുന്ന സന്തോഷമോ തൃപ്തിയോ ഭക്തർക്കുണ്ടാക്കുന്നവൾ എന്ന പ്രപഞ്ചത്തിന്റെ നിർമ്മാണം, നിലനിർത്തൽ, നശിപ്പിക്കൽ തുടങ്ങിയ ക്രീഡകളിൽ രസിക്കുന്നവൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അർത്ഥമെടുക്കാം. അപ്പോ മഹാരഥിയായിട്ടിരിക്കുന്നവൾ, അപ്പോ പരമമായ ആനന്ദം. അപ്പൊ രണ്ടോ അതിലധികമോ കൂടിച്ചേരുമ്പോഴുള്ള ആനന്ദം. ആത്മാവ് പരമാത്മാവായിരിക്കുന്ന അമ്മയോട് കൂടി ചേരുമ്പോഴാണ് പരമമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ മഹാരഥി എന്ന് പറയുന്നത്. അപ്പൊ മഹത്തായിട്ടിരിക്കുന്ന രതിയായിട്ടിരിക്കുന്നവൾ. എന്താണ് രതി എന്ന് നമ്മൾ മനസ്സിലാക്കി വേണം ഈ നാമം പഠിക്കാനായിട്ട്. നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തിവിശേഷങ്ങളെ കുറിച്ച് അറിയുന്ന സാധകനില് ഒരു പ്രത്യേക അനുഭൂതി ഉടലെടുക്കും. അങ്ങനെയുള്ള തന്റെ ഉള്ളില് അന്തർലീനമായിരിക്കുന്ന ഊർജത്തിൽ രമിക്കുന്നത് കൊണ്ട് ദേവി മഹാരഥിയായിട്ട് തീരുന്നു. മഹാരഥിയായ ദേവിയെ അറിയുന്നത് കൊണ്ടാണ് പരമശിവൻ മംഗളമൂർത്തിയായിട്ട് മാറിയത്. ഇതൊരിക്കലും ശരീര ആകർഷണത്തിലുള്ള രതി അല്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. തന്നിൽ തന്നെ ഉള്ള ശക്തിയെ അറിഞ്ഞ് അതിൽ അഭിരമിക്കുകയും വേണം. അതാണ് മഹാരഥി. ആരെയും പുറത്ത് ആശ്രയിക്കാതെ അവനവൻ തന്നെ തന്റെ ഉള്ളിലെ ആനന്ദത്തിന്റെ ഉറവിടം കണ്ടെത്തണം. പുറത്തല്ല ആനന്ദം, ഇല്ലേ? ആനന്ദം എവിടെയാ? അതിന്റെ സോഴ്സ് എവിടെയാ? നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ ആനന്ദം നാം മറ്റുള്ളവരിലും മറ്റുള്ള വസ്തുക്കളിലുമാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നൈരാശ്യവും ദുഃഖവും ഒക്കെ അനുഭവപ്പെടുന്നത്. എപ്പൊ നമ്മള് വെളിയില് എന്തിലെങ്കിലും ആശ്രയിക്കുന്നു അത് നമുക്ക് ദുഃഖം മാത്രമേ തരുള്ളൂ, ഉറപ്പാണ്, ഇല്ലേ? എന്നാൽ ഈ ശക്തിയെ ജ്വലിപ്പിക്കുന്നവര് തന്നെ അല്ലാതെ വേറൊന്നിനെ ആശ്രയിക്കുന്നില്ല. അങ്ങനെ കണ്ടെത്തുന്ന ആത്മരതിയാണ് നമ്മൾ മഹാരഥി എന്ന് പറയുന്നത്. ഇപ്പൊ നാനാ വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് ജന്മം കൊടുക്കുന്ന ഈ പ്രകൃതി സദാ മഹാരഥിയിലാണ്, അല്ലെ? കാമേശ്വരിയായിരിക്കുന്ന മഹാരഥിയായിരിക്കുന്ന ദേവിയിലൂടെ ഈ മഹാപ്രപഞ്ചവും ജീവജാലങ്ങളെയും ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരുന്നു. ഇപ്പൊ കാമവും അതിന്റെ പൂർത്തീകരണമായിരിക്കുന്ന രതിയും ചേരുമ്പോഴാണ് സൃഷ്ടി പൂർത്തിയാകുന്നത്. അമ്മ ദേവി ലളിതാ ത്രിപുരസുന്ദരി എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിയാണ്, ഇല്ലേ? അവിടെ സൃഷ്ടിയാ കാണിക്കുന്നത്. അമ്മയ്ക്ക് എപ്പോഴും എന്താ ഈ പ്രപഞ്ചം എപ്പോഴും ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുന്നു, വീണ്ടും ഉണ്ടാകുന്നു, അല്ലേ? ഇപ്പൊ ദക്ഷപ്രജാപതിയുടെ വിയർപ്പ് തുള്ളികളിൽ നിന്നാണ് അതീവ സുന്ദരിയായിരിക്കുന്ന രതീദേവിയുടെ ജനനം എന്ന് നമുക്കറിയാം. അപ്പൊ തന്റെ മകളുടെ സൗന്ദര്യത്തില് ആ ഒരു നിർനിമേഷനായി നോക്കി നിന്ന് ദക്ഷപ്രജാപതി അതിൽ തന്നെ രമിച്ചവൾ എന്ന ഒരു അർത്ഥത്തിലെ മകൾക്ക് രതീദേവി എന്നുള്ള നാമകരണം ചെയ്ത് ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരിക്കുന്ന മന്മഥന് പാണിഗ്രഹണം ചെയ്ത് കൊടുത്തു എന്ന് കഥ. ഇപ്പൊ കാലാന്തരത്തിൽ പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിലെ കാമദേവൻ ചാമ്പലായി. നമുക്കറിയാം രതീദേവിയുടെ ശാപം പാർവതീദേവിക്കാണ് കിട്ടിയത്. ശിവപാർവതിമാർ ഒരിക്കലും ശാരീരിക പ്രക്രിയയിലൂടെ സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുകയില്ല എന്നതായിരുന്നു ശാപം. തുടർന്ന് കാമദേവൻ പാർവതീദേവിയുടെ കരുണാകടാക്ഷത്തിനാൽ അനങ്കനായിട്ട് തീർന്നു. പിന്നീട് ശിവപാർവതിമാർക്ക് കുട്ടികൾ ഉണ്ടാകുന്നത് താന്ത്രിക വിധി പ്രകാരമാണ്. പിന്നെ ആദിശക്തിയുടെ പൂർണ്ണാംശമാണ് താൻ എന്നും താൻ തന്നെയാണ് മഹാരഥി എന്നും രതീദേവിയെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെറ്റ് മനസ്സിലാക്കിയ രതീദേവി പാർവതിയോട് മാപ്പപേക്ഷിച്ചു. അപ്പോൾ ആത്മരതി അറിയുന്ന സാധകന്റെ മനസ്സ് ജ്ഞാനത്തിലേക്കും ആധ്യാത്മിക വിഷയത്തിലേക്കുമാണ് സഞ്ചരിക്കുക. അങ്ങനെ ഭക്തന്മാരെ മഹാരഥിയിലേക്ക് നയിക്കുന്ന ശക്തിയാണ് മഹാരഥി. ആത്മാവിൽ അഭിരമിക്കുക. നമ്മൾ ഉള്ളിലിരിക്കുന്ന ശക്തി എപ്പോഴും ആനന്ദമായിട്ടിരിക്കുക, അല്ലെ? പഞ്ചകോശങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ആനന്ദമയ കോശം നമുക്കറിയാം. ആഹാരത്തിൽ നിന്ന് നമ്മുടെ പഞ്ചകോശങ്ങളിൽ ഏറ്റവും അന്നമയ കോശം ഉണ്ടാകുന്നു. അന്നമയ കോശം നിലനിൽക്കുന്ന എന്താ? പ്രാണൻ കൊണ്ടാണ്, ഇല്ലേ? പ്രാണശക്തിയായിട്ട് ദേവി നമ്മുടെ ഉള്ളില് പ്രാണമയ കോശം ആയിട്ട് വർത്തിക്കുന്നു. അത് കഴിഞ്ഞ് പ്രാണനിൽ നിന്ന് മനസ്സ് ചേർന്നിരിക്കുന്നു. മനോമയ കോശം മൂന്നാമത്തെ കോശമായിട്ട് തീരുന്നു. പിന്നെ ബുദ്ധി, അത് കഴിഞ്ഞ് നമുക്ക് ബുദ്ധി, ചിന്തിക്കാനുള്ള കഴിവ്, അത് നമ്മുടെ വിജ്ഞാനമയ കോശം. ഈ 4 കോശങ്ങളെയും അതിക്രമിച്ച് ആർക്കും ചെല്ലാൻ പറ്റാത്ത ഒരു ദുർഗമമായ കോട്ടയാണ് ആനന്ദമയ കോശം. ആനന്ദം മാത്രമുള്ള ഒരു തലം. അവിടെയാണ് ആ സുന്ദരിയായിരിക്കുന്ന ത്രിപുര സുന്ദരിയായിരിക്കുന്ന ദേവി ഇരിക്കുന്നത്. അപ്പോ
ദേവിയുടെ സ്ഥലത്തിന്റെ പേര്, ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് തന്നെ എന്താ? ആനന്ദമയ ചക്രം. അപ്പൊ അവിടെ ആനന്ദം മാത്രാണ്. ആത്മാവില് ഇപ്പൊ നമുക്ക് ശിവനെ ദക്ഷിണാമൂർത്തിയായിട്ട് കാണുമ്പോ അദ്ദേഹം ആത്മാവില് രസിക്കുന്നു. ആരില്ല രസിക്കുന്നേ? തന്റെ ഹൃദയഭാഗത്തിരിക്കുന്ന സാക്ഷാൽ പാർവതീ ദേവിയില് മഗ്നനായി തന്റെ ശക്തിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ എപ്പോഴും. അപ്പൊ തന്റെ ആത്മശക്തി, ഏറ്റവും ഉയർന്ന ശക്തി മഹാശക്തി തന്നെയാണ് ഇല്ലേ? അപ്പോ ആ ഒരു എന്താ പറയാ, മഹാരഥി എന്ന് പറഞ്ഞാല് ആത്മാവിനെ അറിയല് തന്നെയാണ്. അതിന് ഏറ്റവും ഉയർന്ന താന്ത്രിക വിധിയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത്. ആത്മവിദ്യയാണ്. ആത്മാവിൽ എങ്ങനെ നമ്മൾ രമിക്കണമെന്ന് പറഞ്ഞു തരുന്ന വിദ്യയാണ്. അപ്പോ ആ മഹാരഥിയായിട്ടുള്ള ദേവി പിന്നെ എന്താണ്? മഹാഭോഗ. അപ്പൊ മഹാ ആഭോഗ എന്ന് പറയാം നമുക്ക്. ഏറ്റവും വിസ്താരമേറിയ ആകാരമുള്ളവൾ, പ്രപഞ്ചമാകെ നിറയുന്ന രൂപവലിപ്പം, ഇങ്ങനെയാണ് നമ്മൾ ഭാവന ചെയ്യണം. നമുക്ക് ഭാവന ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലുതായിട്ടുള്ളത് മഹാഭോഗ. അപ്പോ മഹാഭോഗ എന്നുള്ള ഒരു നാമം എന്ന് പറഞ്ഞാല് ആ ഒരു മഹത്തായിരിക്കുന്ന ആഭോഗത്തോടു കൂടിയവളെന്നും മഹത്തായ ഭോഗത്തോടു കൂടിയവളെന്നും നമുക്ക് വിഗ്രഹിക്കാം. ആഭോഗം എന്ന് പിരിച്ചാല് രൂപവിസ്താരമുള്ളവളെന്നും, ഭൂമി തുടങ്ങി ബഹുസഹസ്രം ഗോളങ്ങൾ ദേവിയുടെ രൂപം തന്നെയാണ്. അതുകൊണ്ട് മഹാഭോഗ. പിന്നെ മഹാഭോഗ എന്ന് രണ്ടായിട്ട് പിരിക്കുകയാണെങ്കിൽ മഹത്തായ ഭോഗങ്ങളോട് കൂടിയവൾ. ഭോഗം എന്നതിന് സുഖസാധനങ്ങള്, സമ്പത്ത്, സൈന്യം എന്നിങ്ങനെയുള്ള നാനാർത്ഥങ്ങൾ നമുക്കെടുക്കാം. ഭക്തർക്ക് സുഖഭോഗങ്ങൾ ദാനം ചെയ്യുന്നവളെന്നും നമുക്ക് പറയാം അല്ലേ? അപ്പോ മഹത്തായിരിക്കുന്ന ഭോഗമായിരിക്കുന്ന ശക്തിയാണ് മഹാഭോഗ. മഹത്തായിരിക്കുന്ന ആ ഒരു ആഭോഗമുള്ളവൾ എന്ന് ഈ രണ്ട് വിപരീത അർത്ഥങ്ങൾ നമുക്കിതിൽ സംയോജിക്കുന്നുണ്ട്. കാരണം ആസ്വാദന വസ്തുക്കളാണ് ഭോഗം എന്ന് പറയുന്നത്. ഇവിടെ ജ്ഞാനം മാത്രമാണ് ഉള്ളത് അല്ലേ? അതാണ് ഭോഗമായിട്ട് തീരുന്നത്. ഭോഗിക്കുന്നവൻ മഹാഭോഗൻ. അപ്പൊ സ്വയം ആത്മരതിയിൽ രമിക്കുന്നവനാണ് ഏറ്റവും ഉയർന്നവൻ എന്നർത്ഥം. മഹത്വായ ആസ്വാദനത്തോടെ വേണം എന്തും ഉപയോഗിക്കാൻ. ഇപ്പൊ കുടിക്കുന്ന ജലം, ശ്വസിക്കുന്ന വായു എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് അല്ലേ? എന്നാലേ അത് മൂല്യവത്തായിട്ട് തീരുള്ളൂ. അവയെല്ലാം പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന മഹാഭോഗങ്ങളാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദേവി ചെയ്യുന്നത് എല്ലാം മഹത്തരമാണ്. പ്രകൃതി എന്ന മഹാശക്തിയിൽ നിന്നുണ്ടായ അംശജാതരാണ് നമ്മൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളും പ്രപഞ്ച വസ്തുക്കളെയും എല്ലാം ആസ്വദിക്കുന്നവരാവണം. കാരണം എല്ലാത്തിനും നമസ്കാരം കൊടുക്കണം. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദി പറയണം. രാവിലെ എഴുച്ച് എന്താ വേണ്ടത്? ആ ഒരു പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതമായ ശരീരത്തോടു കൂടിയ നമ്മളെ പഞ്ചഭൂതങ്ങളെ വന്ദിക്കണം. ഭൂമി, ജല, അഗ്നി, ആകാശ, വായുവിനെ എല്ലാത്തിനെയും നമസ്കരിക്കണം. അമ്മ എനിക്കിത് തന്ന അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം അല്ലേ? എല്ലാം തന്നു, എനിക്ക് നിറവ് തന്നു, എനിക്ക് ബുദ്ധി തന്നു, എനിക്ക് ചിന്താശക്തി തന്നു ഇല്ല, എൻ്റെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കണു. ആ ആത്മാവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഒരു നന്ദി പറയുക തന്നതിനെല്ലാം. അത് കഴിഞ്ഞോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന പാപങ്ങള് അല്ലെ, ചിന്തിച്ചത് ചെയ്തത് മനസ്സുകൊണ്ട്, ത്രികരണശുദ്ധി, 3 കരണങ്ങൾ കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് ചെയ്ത എല്ലാ കർമ്മങ്ങളിലും എന്തെങ്കിലും തെറ്റുകുറ്റം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുക്കളും അമ്മയാണ് ഇല്ലേ? നമുക്ക് തന്നതാണ് അമ്മ. അമ്മ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പൊ അതിനൊരു നന്ദി നമ്മൾ പറയണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കടങ്ങളുള്ളവരായിട്ട് തീരും. അതുകൊണ്ടാണ് പഞ്ചയജ്ഞങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെല്ലാം യജ്ഞങ്ങളാണ് അല്ലെ? യജ എന്നുള്ള വാക്ക്, ആ യോഗം എന്നുള്ള വാക്ക് നമ്മൾ യജിക്കുന്നു, നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നു. അതിനൊരു നന്ദി. ആ ഒരു യോഗം എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവാത്മ ബ്രഹ്മാത്മ ഐക്യം. ഇതിന് നമ്മൾ സത്യത്തിൽ ഇത് എല്ലാം ഈശ്വരനാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു യോഗം ഉണ്ടാവുന്നത് ഇല്ലേ? അപ്പോ പ്രപഞ്ചത്തിലെ എല്ലാറ്റിലും താളവും ലയവും ഉണ്ട്. ആ ഒന്നിലും എന്താ പറയാ, ചഞ്ചലചിത്ത അല്ല ദേവി. എല്ലാറ്റിനും ഒരു വ്യവസ്ഥയുണ്ട്. മഹാഭോഗത്തിന്റെ ഫലമായിട്ട് എല്ലാം പൂർണ്ണതയോടെ ആനന്ദം നൽകിക്കൊണ്ട് നമുക്ക് ലഭിക്കുകയാണ്. ഏത് കർമ്മവും ആസ്വദിച്ച് ചെയ്താലേ അതിന് പൂർണ്ണത ഉണ്ടാകൂ അല്ലെ? ഇനി കുണ്ടലിനിയുടെ വേറൊരു നാമം എടുക്കുകയാണെങ്കിൽ ഭോഗവതി എന്നാണ് കുണ്ടലിനിയുടെ പേര്. സൂക്ഷ്മ ശരീരത്തിൽ വസിക്കുന്ന കുണ്ടലിനി സ്ത്രീ നാമത്തിലാണ് അറിയപ്പെടുന്നത്. കാരണം എന്താ? ഭുജംഗ സ്വരൂപം എന്ന് വെച്ചാല് പാമ്പിന്റെ രൂപമുള്ളത് കൊണ്ട് ഭോഗവതി. ഈ ഭോഗവതിയെ യോഗികൾ നന്നായിട്ട് ഉപയോഗിച്ച് കൈവല്യ പദം നേടുന്നു എന്ന് പറയണു. എങ്ങനെയാണ്? കാരണം ഈ കുണ്ടലിനി ശക്തി പാമ്പായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മൾ കുണ്ടലിനി പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ആടുപാമ്പേ പുനം തേടുപാമ്പേ ആനന്ദക്കൂത്ത് കണ്ട ആടുപാമ്പേ. എന്താ ഈ ആനന്ദം? ഈ കുണ്ടലിനിയെ ഉണർത്തി അതിന്റെ നമ്മളെ ഷഡാധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിലിരിക്കുന്ന ആ പരമമായിരിക്കുന്ന തത്വസ്വരൂപനായിരിക്കുന്ന മഹാദേവനുമായിട്ട് ചേരുമ്പോൾ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന ആനന്ദം അവിടെയാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഭോഗവതി എന്നുള്ള പേര്. പാതാള ലോകത്തെ നാഗങ്ങളുടെ തലസ്ഥാനം ഭോഗവതിയാണെന്ന് പറയുന്നു. ഇവിടെ എല്ലാം തന്നെ മഹാഭോഗയായിരിക്കുന്ന ദേവിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് മഹാഭോഗ എന്നറിയപ്പെടുന്നത്. ഇനി മഹത്തായിരിക്കുന്ന ആ ആഭോഗ എന്നാൽ ബ്രഹ്മത്തിന്റെ മറ്റൊരു ഗുണമായിട്ട് എടുക്കണം. ശരീരം എന്ന ഉപാധിയിലൂടെ മാത്രമേ നമുക്ക് ആത്മാവിനെ ഭുജിക്കാൻ സാധിക്കൂ. അപ്പൊ ഏതിലും സംഘമില്ലാതെ നിൽക്കുന്ന പരമാത്മ ചൈതന്യത്തെ ഒറ്റയ്ക്കായിട്ട് ഏതൊന്നിനും ഉപയോഗിക്കാൻ സാധ്യമല്ല. അങ്ങനെ ദേവിയെ നമ്മള് മഹാ ആഭോഗയായിട്ടും നമുക്ക് കാണാം. അപ്പൊ ഈ ഒരു നാമത്തിൽ തന്നെ 2 തലങ്ങളിൽ നമ്മൾ ദേവിയെ കാണുകയാണ് അല്ലേ. അപ്പോ മഹാഭോഗയായിരിക്കുന്ന ദേവി മഹേശ്വര്യ പിന്നെയാണ് വരുന്നത്. കാരണം ഇതെല്ലാം അറിഞ്ഞു കഴിയുന്ന ഒരാൾക്ക് എന്താ കിട്ടുക? കാരണം ദേവിയെ ഇങ്ങനെയെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അവന് മഹൈശ്വര്യം, ഏറ്റവും മഹത്തായിരിക്കുന്ന ഐശ്വര്യത്തോട് കൂടിയവളാണ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന അണിമാദികളായിരിക്കുന്ന അഷ്ടസിദ്ധികളെ കുറിക്കുന്നുണ്ട്. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശ്വത്വം, വശ്യത്വം, പ്രാപ്തി, പ്രാകാശ്യം എന്നിവയിട്ടുള്ള അഷ്ട ഐശ്വര്യങ്ങൾ അല്ലെ. അപ്പൊ യോഗസിദ്ധി കൊണ്ട് സിദ്ധിക്കുന്ന ഈ ശക്തികളുടെ പ്രഭവം ലളിതാംബിക എന്ന് പറയുന്ന ആ ഒരു മഹൈശ്വര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിന്റെ പ്രഭാവം ഇല്ലെങ്കിൽ ഇതിന്റെ പ്രഭവ സ്ഥാനം ലളിതാംബികയാണ്. അപ്പൊ അതുകൊണ്ടാണ് ദേവിക്ക് മഹൈശ്വര്യം എന്ന് പറയുന്നത്. ഈ എല്ലാം തന്നെ നമുക്കറിയാം, ശ്രീചക്രത്തിൽ അണിമ ലഘിമ സിദ്ധികൾ എവിടെയായിരിക്കുന്നത്? ഏറ്റവും ഭൂപുരത്തിൽ അല്ലേ, ആ സ്ക്വയറിൽ ഇരിക്കുന്ന ശക്തികളാണ്. നമുക്കറിയാം ആദ്യമായിരിക്കുന്ന അണിമ ലഘിമ ശക്തികള്, അത് കഴിഞ്ഞ് അഷ്ടമാതൃക്കള്, പിന്നെ മുദ്രാശക്തികള് അല്ലെ. ആ ഒരു ത്രൈലോക്യ മോഹന ചക്രത്തിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പൊ അതായിട്ടിരിക്കുന്നതും ആരാണ്? ഇവർ എവിടുന്ന് വന്നു? ഈ ബിന്ദുവിലിരിക്കുന്ന അമ്മയിൽ നിന്നാ വന്നത്. ആ ബിന്ദു ത്രികോണ വസുകോണ ദശാരയുഗ്മം മന്വശ്രം നാഗയുള്ള സംയുക്ത ഷോഡശാരം. ഇപ്പൊ ഈ പറഞ്ഞ ദളങ്ങള് 14 ദളങ്ങളും കഴിഞ്ഞ് ഇല്ലേ, ആ ഒരു അന്തർദശാരം ബഹിർദശാരം, ആ ഒരു 14 ത്രികോണങ്ങൾ, ഇത് കഴിഞ്ഞിട്ട് 2 അഷ്ടദളം, ഷോഡശദളം, ഇത് കഴിഞ്ഞ ഭൂപുരം വരുന്നത്. ഭൂപുരത്തിലിരിക്കുന്ന അണിമാതി സിദ്ധികളെല്ലാം തന്നെ അമ്മയാണ്. ഇപ്പൊ നമ്മൾ എന്താ അഹമിത്യേവ വിഭാവയെ ഭവാനി എന്ന് പറയുന്ന ധ്യാന ശ്ലോകം ഇവിടെ ഏറ്റവും എന്താ പറയാ നമ്മള് അതിന്റെ പ്രഭാവം കാണുകയാണ്. കാരണം ഇതെല്ലാം അമ്മയാണ്. ബിന്ദുവിലിരിക്കുന്ന ശിവശക്തി സംയോഗം കൊണ്ടാണ് ബിന്ദുവിൽ നിന്ന് ത്രികോണം ഉണ്ടാകുന്നത്. അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ഈ പറയുന്ന 14 ത്രികോണങ്ങള്, ഈ ആ ഒരു ശ്രീചക്രത്തിന്റെ ഭൂപുരം വരെയുള്ള അഷ്ടദളം, ഷോഡശദളം, ഭൂപുരം, ഇതെല്ലാം ദേവി തന്നെയാണ്. ദേവി പലതായിട്ട് തീർന്നതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടുന്ന് തിരിച്ച് യാത്ര ചെയ്ത് ബിന്ദുവിൽ എത്തുമ്പോഴാണ് നമ്മുടെ ഈ നാനാരൂപങ്ങൾ, നമ്മുടെ ദ്വൈതം, നമ്മള് അദ്വൈതം, വിശിഷ്ടാദ്വൈതം എന്നൊക്കെ പറയും. അപ്പൊ ഏകമായിരിക്കുന്നത് ഒന്നേ ഉള്ളൂ. ശിവശക്തി ഐക്യമാണ്. അവര് രണ്ടുപേരും ഒന്നാണ്, അഭേദ്യരാണ്. ശിവശക്തി സാമരസ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മള് യോഗസിദ്ധി. അപ്പൊ ഈ യോഗസിദ്ധി കൊണ്ട് സിദ്ധിക്കുന്ന ഈ ശക്തികളുടെ പ്രഭവം ലളിതാംബിക ആയതുകൊണ്ട് ദേവി മഹൈശ്വര്യ. അപ്പൊ നമ്മൾ ഈ അറിവ് തന്നെ നമുക്ക് ഐശ്വര്യം തരികയാണ് ഇല്ലേ. കാരണം എല്ലാ ശക്തിയും അമ്മയാണെന്ന് പറഞ്ഞാൽ അമ്മയെ പൂജിച്ചാൽ മതി. അതുകൊണ്ടാണ് ശ്രീചക്രത്തിൽ ബിന്ദുവിന് ഇത്രയും പ്രാധാന്യം. എന്ത് സാധനം, എന്ത് അഭിഷേകം നമ്മൾ ബിന്ദുവിൽ കൊടുത്തു കഴിഞ്ഞാൽ, കുങ്കുമമാകട്ടെ, എന്ത് അഭിഷേകമാകട്ടെ, ഒരു തുള്ളി ബിന്ദുവിൽ വെച്ചു കഴിഞ്ഞാൽ എല്ലാ ദേവതകൾക്കും കിട്ടിയതിന് തുല്യമാണ്. എന്താ കാരണം? എല്ലാവരുടെയും ഉള്ളില് ആ ഐശ്വര്യ സിദ്ധിയോടുകൂടി അല്ലെ, ഏറ്റവും ഉയർന്ന മഹൈശ്വര്യമായിട്ടിരിക്കുന്ന ദേവി എല്ലാവരുടെയും ഉള്ളിൽ ഒരാൾ തന്നെയാ. ആ ഒരു ശക്തിക്ക് യാതൊരു നാമരൂപങ്ങളും ഇല്ല. നമുക്ക് വേണ്ട രീതിയിൽ എടുക്കാം. മഹാലക്ഷ്മിയായിട്ടോ, മഹാകാളിയായിട്ടോ, മഹാസരസ്വതിയായിട്ടോ, ദുർഗയായിട്ടോ, കാമാക്ഷിയായിട്ടോ ഇല്ലേ, മീനാക്ഷിയായിട്ടോ, ഏത് നമ്മുടെ ഇഷ്ടമാണ് ദേവി ഏത് രൂപത്തിൽ. ദേവി ഒന്നേ ഉള്ളൂ. അപ്പൊ അത് മഹൈശ്വര്യമായിരിക്കുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക 8 ഐശ്വര്യങ്ങൾ, ആ 8 ഐശ്വര്യങ്ങൾക്കും ആധാരമായിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ആ ഭഗവാൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഭഗം. എന്താണ് ഭഗങ്ങള്? ആ ഐശ്വര്യങ്ങളില്ലേ, ഐശ്വര്യം, വീര്യം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്, ഇതാണ് 6 ഐശ്വര്യങ്ങള്. അപ്പൊ ഇതിന് ഐശ്വര്യം, ധർമ്മം, കീർത്തി, സമ്പത്ത്, വൈരാഗ്യം, മോക്ഷം എന്ന 6 എന്ന് അഭിപ്രായ ഭേദമുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. ഭഗവാൻ 6 ഭഗങ്ങളോട് കൂടിയ ആരോ ആ ആള് ഭഗവാൻ, ആ ദേവി ഭഗവതി. എല്ലാരും സാധാരണയായിട്ട് പറയുന്ന ഐശ്വര്യം, വീരം, വൈരാഗ്യം, വിജ്ഞാനം, ശ്രീ, യശസ്സിനെയാണ്. അപ്പൊ ഇതിനകത്ത് മറ്റതിലാണെങ്കിൽ മോക്ഷം കൂടെ വരുന്നുണ്ട് ഇല്ലേ. ധർമ്മം, കീർത്തി, സമ്പത്ത്, വൈരാഗ്യം, മോക്ഷം, ഇത് നമുക്ക് പറയുകയാണെങ്കിൽ ദേവി നമുക്ക് മോക്ഷവും തരുന്നവൾ, കൈവല്യ പദത്തെ തരുന്നവൾ എന്ന് പറയാം. ഐശ്വര്യം തുടങ്ങി മേൽപ്പറഞ്ഞ 6നും ഉൽപ്പത്തി സ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ഈ മഹാദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവിക്ക് മഹേശ്വര്യ എന്നുള്ള പേര്. സ്വഭക്തർക്ക്
ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പൊ എല്ലാ ഐശ്വര്യങ്ങളും എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു മഹാ പ്ലസ് ഐശ്വര്യ, ലോകത്തെ ഐശ്വര്യങ്ങളെല്ലാം തന്നെ ആരുടെ കാരുണ്യമാണോ അവൾ മഹൈശ്വര്യ. ഭൗതിക ഐശ്വര്യങ്ങൾക്ക് അമ്മയുടെ കൃപ വേണം, നമുക്ക് ഭൗതികമായിട്ടെല്ലാം വേണം ഇല്ലേ, എന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മഹത്തായിരിക്കുന്ന ഐശ്വര്യമായിരിക്കുന്ന ശക്തി മഹേശ്വരിയാണ്. ഐശ്വര്യം എന്നതിന് നമ്മളിപ്പോ ഈ 6 അർത്ഥങ്ങൾ കണ്ടാലും ശരിക്കും പറഞ്ഞാൽ താളാത്മകമായിരിക്കുന്ന സഞ്ചാരം, എല്ലാത്തിന്റെയും അധീശത്വം എന്നൊക്കെ നമുക്ക് എടുക്കണം. കാരണം ഇതെല്ലാം മഹത്തായിരിക്കുന്ന ദേവി പ്രദാനം ചെയ്യണതാണ്. അപ്പൊ മഹത്തായിരിക്കുന്ന ഐശ്വര്യത്തെ പല രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം അതിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ള രീതിയിലാണ്. ആ ബിന്ദു എല്ലാം തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, പരസ്പരം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആകാശത്തിലെ ചന്ദ്രൻ, ചന്ദ്രന് നക്ഷത്രങ്ങള്, നക്ഷത്രങ്ങള് രാത്രി, ഇതൊക്കെയാണ് ഐശ്വര്യം ഇല്ലേ. രാത്രിയാണെങ്കിൽ ഇവയെല്ലാം ആശ്രയമായിട്ടിരിക്കുന്നു. ഇനി പകല് സൂര്യനാണ് ഐശ്വര്യം. ഇതിലൂടെ പ്രഭാവിതമായിരിക്കുന്ന ഭൂമിയാണ് ഇവിടെ ഐശ്വര്യം. ഇപ്പൊ രാജ്യത്തിന്റെ ആ ഒരു ഭരണാധികാരിയാണ് രാജ്യത്തിന്റെ ഐശ്വര്യം. ഭരണാധികാരിക്ക് രാജ്യമാണ് ഐശ്വര്യം. രാജ്യം എന്നാൽ ഭൂപ്രകൃതി, അവിടെ വസിക്കുന്നവരുമാണ് ഐശ്വര്യം. എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ പരസ്പര പൂരകങ്ങളും ഐശ്വര്യം കൊടുക്കുന്നതുമാണ്. അപ്പൊ ശരീരത്തിന് ആത്മാവ്, ആത്മാവിന് ശരീരം, ഇത് തന്നെയാണ് ഐശ്വര്യം ഇല്ലേ. ആത്മാവില്ലെങ്കിൽ ശരീരം ഇല്ല, ശരീരം ഉണ്ടായിട്ട് ആത്മാവില്ലെങ്കിൽ അത് ജഡവസ്തുവായിട്ട് തീരും. അപ്പൊ ആത്മാവിന് അങ്ങനെയുള്ള ഐശ്വര്യങ്ങളെ കൊണ്ട് ആ എത്തുന്ന മനസ്സ് അത് മഹൈശ്വര്യമാണ്. ഇങ്ങനെയുള്ള പ്രകൃതി, ശരീരം, മനസ്സ് ഇവയെ അറിയുമ്പോൾ പ്രപഞ്ചത്തിലെ ഐശ്വര്യങ്ങളും സ്വന്തമായിട്ട് തീരണു. അപ്പൊ ഐശ്വര്യങ്ങള് നമ്മൾ കണ്ടു, അണിമ, ലഘിമ തുടങ്ങിയുള്ള ആ ശക്തികളാണ്. അണിമ എന്നാൽ അതിന്റെ എളിമ, മഹിമ എന്നാൽ കീർത്തി, ഗരിമ എന്നാൽ പ്രൗഢത, ലഘിമ എന്നാൽ ലാഘവത്വം, പ്രാപ്തി എന്നാൽ പ്രാപ്തി തന്നെയാണ്, പ്രാഗാമ്യം ഇച്ഛാശക്തി, ഈശ്വത്വം എന്നത് പരമോന്നതമായിരിക്കുന്ന തത്വം, വശിത്വം എന്നത് ആ വശവർത്തിത്വമാണ്. ഇങ്ങനെ 8 ഐശ്വര്യങ്ങൾ ചേരുമ്പോൾ അത് മഹൈശ്വര്യമായിട്ട് തീരണു. ഇത് ആത്മാവിന്റെ ഭാവമാണ് അല്ലേ. അങ്ങനെയുള്ള ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ശക്തി മഹൈശ്വര്യ. ഇനി ഈ സിദ്ധികളെല്ലാം തരുന്ന ദേവി ശക്തിയാണെന്ന് നമ്മള് നവരാത്രി കാലത്ത് ദേവിയെ ആ 9ാമത്തെ ദിവസം സിദ്ധിദാത്രി, നമ്മൾ നവരാത്രി പൂജയില് 9ാം ദിവസം ആരാധിക്കുന്ന ദേവിയാണ് സിദ്ധിദാത്രി ഇല്ലേ. അപ്പൊ ഇങ്ങനെ തങ്ങളുടെ സാധനയിലൂടെ ഐശ്വര്യങ്ങളെ സ്വന്തമാക്കിയ ദേവിമാരാണ് അഷ്ടലക്ഷ്മികൾ എന്ന് പറയുന്നത്. ആദിപരാശക്തിയുടെ അംശങ്ങളായിരിക്കുന്ന അവർ ദേവി ഭക്തർ മാത്രമല്ല, ദേവി അംശങ്ങളും കൂടെയാണ്. ഇപ്പൊ ഓരോ യാമങ്ങളുടെയും അധിപതിയായിട്ടിരിക്കുന്നത് ഇവരാണ്. ഓരോ ദേവതയെ അറിയുന്നതിലൂടെ സാധകന് ഓരോ സിദ്ധികൾ പ്രാപ്തമാകുന്നുണ്ട്. 8 യാമങ്ങളാണ് ഒരു ദിവസം, 4 യാമങ്ങൾ പകലും 4 യാമങ്ങൾ രാത്രിയിലും. അപ്പൊ വെളുപ്പിന് 3 മണി മുതലാണ് ആദ്യ യാമം തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ സരസ്വതി യാമം എന്ന് പറയുന്നത്. ആ യാമം വിദ്യാലക്ഷ്മിയുടെ യാമമായിട്ട് പറയണു. 2ാമത്തെ യാമം ധനലക്ഷ്മി യാമമാണ്. 3ാമത്തെ യാമം ധാന്യലക്ഷ്മി യാമം. 4ാമത്തെ യാമം ഗൗരി ലക്ഷ്മി യാമം, ധൈര്യലക്ഷ്മി യാമം, കീർത്തിലക്ഷ്മി യാമം, വിജയലക്ഷ്മി യാമം, രാജ്യലക്ഷ്മി യാമം. ഇങ്ങനെ ഒരു യാമം 3 മണിക്കൂറായിട്ട് ഇതിനെല്ലാം ഒത്തുചേർത്ത് വെച്ചിരിക്കുന്ന ദേവി, ആ മഹാദേവി മഹൈശ്വരിയായിട്ടിരിക്കുന്നു. അപ്പൊ കാലവും എന്താണ്, ആ ഒരു കുണ്ടലിനിയും ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ പറയുക, എല്ലാത്തിനും തന്നെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. വിശ്വകുണ്ടലിനി അല്ലെ, പ്രപഞ്ച കുണ്ടലിനി, നമ്മുടെ ശരീരത്തിലിരിക്കുന്ന കുണ്ടലിനി, ഇതെല്ലാം തന്നെ നമുക്ക് ഐശ്വര്യത്തെ തരുന്നതാണ്. അപ്പൊ ദേവി എന്താണ്, ഈ കേൾക്കുമ്പോ തന്നെ അറിയാം, എല്ലാത്തിന്റെയും പ്രഭവസ്ഥാനമായിട്ടിരിക്കുന്ന ദേവി മഹാവീര്യ. അപ്പൊ മഹേശ്വരിയായിട്ടിരിക്കുന്ന ദേവിക്ക് എന്താ വേണ്ടത്? വീര്യം വേണം അല്ലെ. മഹത്തായിരിക്കുന്ന വീര്യത്തോട് കൂടിയവൾ. വീര്യം എന്ന പദം ആ ഒരു പ്രഭാവം, തേജസ്, പരാക്രമം, സാരം, ബലം, ഔഷധാദികളുടെ ഗുണവിശേഷം, രേതസ് എന്നിവയെ എല്ലാത്തിനും കുറിക്കുന്നു. അപ്പൊ വിശ്വകോശം വസ്തുക്കളിലും വ്യക്തികളിലും പ്രഭാവമായിട്ടും തേജസ്സായിട്ടും പരാക്രമമായിട്ടും സാരമായിട്ടും ബലമായിട്ടും പ്രത്യക്ഷപ്പെടുന്നതും ആ ഒരു ഔഷധാദികളിൽ ഗുണവിശേഷമായിട്ടും പുരുഷനില് രേതസ്സായിട്ടും നിലനിൽക്കുന്നു. അത് നിലനിൽക്കുന്ന ആ ശക്തി മഹാദേവി തന്നെയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് മഹാവീര്യ. ഇപ്പൊ വീര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ശക്തിയുടെ പ്രഭവസ്ഥാനം. അപ്പൊ ദേവീപരമായിരിക്കുന്ന പുരാണങ്ങളിൽ പറയുന്ന അനേക സംഭവങ്ങളിൽ ദേവി രൗദ്രവും
കരാളവുമായിരിക്കുന്ന രൂപം ധരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചായിട്ട് നമുക്കറിയാം. ദേവി മഹാത്മ്യത്തിൽ തന്നെ നമുക്കറിയാം ഇല്ലേ? അപ്പൊ യുദ്ധഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ച വീര്യത്തെ സൂചിപ്പിച്ച് മഹത്തായിരിക്കുന്ന വീര്യമുള്ളവളെന്ന് അതിന് നമുക്ക് ആ നാമത്തിന് വ്യാഖ്യാനം പറയാം. കാരണം ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ദുർവൃത്ത വൃത്തശമനം തവ ദേവിശീലം രൂപം തഥൈവ അചിന്യ മതുല്യമന്യേ വീര്യം ച ഹന്ത ഹൃദദേവ പരാക്രമാണം വൈരിക്ഷപി പ്രകടിതൈവ ദയാത്വയേഥം. അപ്പൊ ദേവിയെ എന്താ പറയുന്നത്? ദുർവൃത്തം, നമ്മൾ ദുഷ്ടന്മാരുമായിട്ടുള്ള എല്ലാം ഇല്ലാതാക്കുന്നവൾ ഇല്ലേ? അപ്പൊ ആ ഒരു വീര്യത്തോടു കൂടിയവൾ. ത്വം വൈഷ്ണവീ ശക്തി അനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസ്യമായ എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ ആ ഒരു വീര്യത്തെ കുറിച്ചാ പറയുന്നത്. അപ്പൊ നമ്മുടെ ദേവിയുടെ മഹൈശ്വര്യം കണ്ടാൽ ഉടനെ ലോകത്ത് കാണുന്ന എല്ലാ വീര്യങ്ങളിലും ആരിൽ നിന്നാണ് വരുന്നത്? ആ ദേവിയെ പറയുകയാണ് മഹാവീര്യ. ഇപ്പൊ മഹത്തായിരിക്കുന്ന വീര്യം ഉള്ളവൾ, അതായത് ഐശ്വര്യമുള്ളതെല്ലാം തന്നെ മഹത്തായ വീര്യത്തോട് കൂടിയ ഉള്ളതാണോ എന്നുള്ള അർത്ഥമാണ് ഇവിടെ. ഇപ്പൊ പ്രകൃതിയില് അനന്തമായ സൃഷ്ടി നടത്തുന്ന ദേവൻ എന്ന് പറയുന്ന മഹാവീര്യനാണ്. അങ്ങനെ ഒരു നാമമുണ്ട് ഭഗവാന്. ത്രിമൂർത്തികൾക്കെല്ലാം ഈ നാമമുണ്ട്. കാരണം അവരുടെ മഹത്തായിരിക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം വേണ്ടത് എന്താണ്? വീര്യമാണ് ഇല്ലേ? ഈ ശക്തി. അപ്പൊ ഇനി ശക്തി എന്നതിന്റെ ആ ഒരു അർത്ഥം ചിന്തിച്ചാൽ ദേഹബലത്തെക്കാൾ മനോവീര്യം, അതാണ് അർത്ഥം. അപ്പൊ മനസ്സിന്റെ വീര്യം സ്വായത്തമാക്കുന്ന അറിവിലൂടെ, അനുഭവത്തിലൂടെയാണ് അല്ലെ? ഇപ്പൊ സാമാന്യ ജ്ഞാനമുണ്ടെങ്കിൽ ഏത് കർമ്മത്തിനും ഉചിതമായിരിക്കുന്ന പ്രതികർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കൂ. ഇപ്പൊ ധർമ്മ സംഹിത നമുക്ക് 3 തരത്തിലുള്ള വീര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സന്നാഹ വീര്യം, ഒന്ന് ആ പ്രയോഗ വീര്യം, 3 പരനിഷ്ഠാ വീര്യം. അപ്പൊ അഥവാ അനുഭവ വീര്യം. ഏതൊരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളാണിവ. ഇനി ഔഷധ വീര്യങ്ങളെ കുറിച്ച് പറയണമെങ്കിൽ ശീതം, ഉഷ്ണം, രുഷം, തീഷ്ണം, സ്നിഗ്ധം, മൃദുലം, വിശദം, പിഞ്ചിലം, ഇങ്ങനെ 8ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ രോഗികളുടെ ഉള്ളില് ഇവ രോഗങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഔഷധങ്ങൾ നിർദ്ദേശിക്കുന്ന ഭിഷഗ്വരന്മാരെയും മഹാവീര്യന്മാരാണെന്ന് പറയാറുണ്ട്. ഈ വീര്യങ്ങളെ സാധന കൊണ്ട് നിയന്ത്രിക്കുന്നവരും മഹാവീര്യന്മാരാണ്. ഇങ്ങനെയുള്ള എല്ലാ വീര്യങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ള വൈദ്യനാഥനായിരിക്കുന്ന മഹാദേവൻ, ദേവന് പരമശിവന് വേറൊരു പേരെന്താണ്? വൈദ്യനാഥൻ അല്ലെ? അദ്ദേഹത്തിന്റെ വീര്യത്തിൽ നിന്നാണ് ഭദ്രകാളി പുറത്തു വന്നതെന്ന് പറയുന്നു. ഇപ്പൊ രാത്രിയുടെ കറുപ്പ് നിറം പൂണ്ട കാളി എപ്പോഴൊക്കെയാണോ അധർമ്മം ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ അവതാരം എടുത്തിട്ടുണ്ട്. ശിവനും ശക്തിയും കാളിയുടെ ജനയിതാക്കളാണ്. അവരുടെ വീര്യത്തിൽ നിന്നാണ് കാളീ സ്വരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദക്ഷയാഗം ഇല്ലാതാക്കാൻ ശിവന്റെ ജടയിൽ നിന്നുണ്ടായ ആദ്യത്തെ കാളി അവതാരം ഇല്ലേ? ദക്ഷന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ശിവന്റെ മഹാവീര്യത്തിൽ നിന്ന് അവതാരമെടുത്ത കാളി കണ്ഠേ കാളി എന്നാണ് അറിയപ്പെടുന്നത്. ശിവന്റെ ജടയുടെ ഒരു പാതിയിൽ നിന്ന് വീരഭദ്രൻ ആവിർഭവിച്ചു. ആ ഒരു വീരതയുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് ഭദ്രതയുടെ കാലം തുണയ്ക്കുന്നത്. ഭദ്രമായ കാലത്തിന്റെ സ്വരൂപമാണ് ഭദ്രകാളി. അപ്പൊ ദാരിക നിഗ്രഹത്തിന് പുറപ്പെടുന്ന കാളിയും ശിവപുത്രിയായിരിക്കുന്ന കണ്ഠേകാളി തന്നെയാണ്. അപ്പൊ ദേവിയുടെ സ്തുതി വളരെ പ്രസിദ്ധമാണ് അല്ലേ? അപ്പൊ മഹാശക്തി സ്വരൂപായേ, ബ്രഹ്മാത്മികായേ ഇല്ലേ? മഹാബ്രഹ്മ മയാത്മജേ മഹാവീര്യപ്രഭാവേ ഭദ്രകാളി നമോസ്തുതേ എന്നാണ് പറയുന്നത്. അപ്പൊ മഹാശക്തി സ്വരൂപവും മഹാബ്രഹ്മത്തിന്റെ ശക്തിയും മഹാവീര്യപ്രഭാവമുള്ള ഭദ്രകാളിക്കായിക്കൊണ്ട് നമസ്കാരം. ഈ ഭദ്രമായ കാലമൂർത്തിയാണ് നമ്മള് ഭദ്രകാളി എന്ന് പറയുന്നത്. അമ്മയുടെ വേറൊരു രൂപം തന്നെയാണിത്. അപ്പൊ അങ്ങനെ മഹാവീര്യത്തോടു കൂടിയിരിക്കുന്ന ദേവി മഹാബല. അടുത്ത നാമം 222ാമത്തെ നാമമാണ് മഹാവീര്യ. കഴിഞ്ഞ ഉടനെ അമ്മ എന്താണ്? ഇത്രയും കാര്യങ്ങളുള്ള അമ്മ ആരാണെന്ന് പറയുകയാണ്. മഹാബല, മഹത്തായ ബലത്തോടു കൂടിയവൾ. ഇപ്പൊ ബലം എന്നുള്ള പദത്തിന് ശക്തി, പുഷ്ടി, ഉറപ്പ്, ഗന്ധം, രസം, രൂപം, സാമർഥ്യം, ശുക്ലം, ശരീരം, രക്തം, മുള, സൈന്യം, കാക്ക, ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ നമുക്ക് എടുക്കാം. ആദ്യം സൂചിപ്പിച്ച ഈ 10 അർത്ഥങ്ങളും ദേവീ പക്ഷത്തില് വിശേഷ വ്യാഖ്യാനം കൂടാതെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ശക്തി, പുഷ്ടി തുടങ്ങിയ ഗുണവിശേഷങ്ങളെല്ലാം ദേവിയിൽ നിഹിതങ്ങളാണ്. ആ ഗുണങ്ങളുടെ അല്പമാത്ര സ്ഫുരണങ്ങൾ മാത്രമാണ് വസ്തുക്കളിലും വ്യക്തികളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ മഹത്വ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുണവിശേഷങ്ങൾ ദേവിയിൽ മാത്രമേ ഉള്ളൂ. അത് അമ്മയിലേ ഉള്ളൂ. മുള എന്ന അർത്ഥം ഉൽപ്പത്തിയെ കുറിക്കുന്നുണ്ട്. ഇപ്പൊ സർവ്വലോകത്തിനും ബീജഭൂതയായിരിക്കുന്ന ദേവിയിൽ നിന്ന് പ്രപഞ്ചങ്ങൾ മുളച്ചുണ്ടാകുന്നു.
സൈന്യം എന്ന അർത്ഥത്തിൽ ദേവി പല രൂപത്തില് രാക്ഷസാദികളായിരിക്കുന്ന ആ രാക്ഷസന്മാരുമായിട്ട് നടത്തിയ യുദ്ധങ്ങളില് ദേവിയെ സഹായിച്ച ശക്തി സേനകളെ കുറിക്കുകയാണ്. മഹാബല സമന്വിതയായിട്ട് യുദ്ധം ചെയ്യുന്നവൾ എന്ന ആശയം നമുക്ക് എടുക്കാം. കാക്ക എന്നും ബലത്തിന് അർത്ഥമുണ്ട്. ഈ അർത്ഥത്തില് യോഗവാസിഷ്ഠ അന്തർഗതമായിരിക്കുന്ന ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഭൂഷുണ്ടൻ എന്ന് പറയുന്ന ഒരു കാക്ക ആ 21 സോദരങ്ങളുമായിട്ട് ബ്രാഹ്മിയായ ഭഗവതിയെ ചിരകാലം ആരാധിച്ച് അനുഗ്രഹം തേടിയെന്നും മുക്തി അടഞ്ഞതായിട്ടും യോഗവാസിഷ്ഠത്തില് വിവരിക്കുന്നുണ്ട്. അപ്പോ ആ എന്താ പറയാ ആ ആ ഒരു എന്താ പറയാ കാക്ക എന്നുള്ള ഇന്നും ഈ ഭൂഷുണ്ടി എന്ന് പറയുന്ന കാക്ക ജീവിച്ചിരിപ്പുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതിന് മഹാമുക്തി കൊടുത്തവൾ, തന്നിലേക്ക് ലയിപ്പിച്ചവൾ, അതുകൊണ്ടാണ് മഹാബല. ബലത്തിന് ആദ്യം കൊടുത്ത 11 അർത്ഥങ്ങൾ പറയുന്ന ശക്തിവിശേഷങ്ങള് സ്വഭക്തർക്ക് കൊടുക്കുന്നവൾ എന്ന് നമുക്ക് എടുക്കണം. കാരണം ദേവിയെ ഭജിക്കുന്ന എല്ലാവർക്കും ഈ ഗുണങ്ങളെ അമ്മ കൊടുക്കുന്നു. അപ്പോ പ്രപഞ്ചമാകെ നിറയുന്ന ബലങ്ങളിൽ ആരിൽ നിന്നാണോ വരുന്നത് ആ ദേവിയാണ് നമ്മൾ മഹാബല. ശരീരങ്ങളെ, മറ്റു പദാർത്ഥങ്ങൾ, ഇവയുടെ ബലവും ആകർഷണ ശക്തി തുടങ്ങിയ എല്ലാ ബലങ്ങളും ഇതിനകത്ത് വരും, അല്ലേ? അപ്പൊ മഹത്തായ ബലത്തോടു കൂടിയ ശക്തി മഹാബല, മഹാവീര്യ, മഹത്തായ ബലം. അപ്പോ ഇതെല്ലാം ചേർന്നത് എവിടെയാണ്? തൻ്റെ ഉള്ളിലെ ആന്തരിക ശക്തിയെ ബാഹ്യഭാവത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയയാണ്, ഇല്ലേ? ആ ഉള്ളിലെ ശക്തി ഉണ്ടെങ്കിലേ നമുക്ക് പ്രവൃത്തി ചെയ്യാൻ പറ്റൂ, ഇല്ലേ? ആ ഒരു വീര്യം ഉള്ളിടത്തോളം കാലമേ നമുക്ക് ബലം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ദേവി അങ്ങനെയുള്ള ഒരു കുടുംബിനിയാണ്. എങ്ങനെയാണ് ഒരു അമ്മ തന്റെ കുടുംബത്തെ പോറ്റിക്കൊണ്ടു പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ സാധനയും നിഷ്ഠയും കൊണ്ട്, ശാരീരിക ക്ഷമതയും മനോബലം കൊണ്ട് പൂർണ്ണയുമായിരിക്കുന്ന ദേവി ഉപാസകരായിരിക്കുന്ന സ്ത്രീകൾക്ക് ആ കുടുംബത്തെ നന്നായിട്ട് പരിപാലിക്കാൻ സാധിക്കും. കാരണം ഇതില് ദേവി ഉപാസന എന്ന് പറയുമ്പോ എന്താ? ദേവിയെ ആസീത്, നമ്മുടെ അടുത്ത് വെച്ച്, നമ്മുടെ ഉള്ളിൽ വെച്ച് പൂജിക്കുന്നവള് മഹാധൈര്യത്തോടു കൂടിയവളാണ്. നിരന്തര സാധനകളുടെ പരിണിത ഫലമാണ് മഹാബലം എന്ന് പറയുന്നത്. മഹാബലം എവിടെയാ ഉണ്ടാവുക? നമ്മുടെ ശരീരത്തിനാണോ? അല്ല, നമ്മുടെ മനസ്സിന്. എന്തൊക്കെ ദുഃഖങ്ങൾ വന്നു ചേരട്ടെ, എന്തൊക്കെ പ്രതിസന്ധികൾ വരട്ടെ, ഇല്ലേ, അതൊക്കെ നമുക്ക് അതിജീവിച്ചുകൊണ്ട് ആ മഹാബലം തരുന്ന ശക്തി നമ്മുടെ അമ്മ തന്നെയാണ്. ആ അമ്മയെ ഉപാസിക്കുമ്പോൾ നമ്മുടെ കൈ പിടിച്ച് തന്റെ ഭക്തന്റെ, തന്റെ മകളുടെ, അല്ലെ, തന്റെ മക്കളുടെ ദുഃഖങ്ങളെ നിവൃത്തിക്ക് വേണ്ടി കൈപിടിച്ച് അക്കരെ എത്തുന്ന ഒരു ചെറിയ തോണിയില് ആ ഒരു സംസാര സാഗരത്തെ ഭവതാരിണിയായിട്ട് അമ്മ കടത്തുന്നു. അപ്പൊ ഈ ബലം കൊണ്ട് എന്താ പറയാ, ആ ഒരു പൂർണ്ണമായിട്ട് ആ മനോബലത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സ് തളർന്നാൽ ശരീരം തളരും. നമ്മൾ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ഷോക്ക്, എന്തെങ്കിലും നമ്മള് പ്രതീക്ഷിക്കാത്ത വാർത്ത കേൾക്കുമ്പോൾ മനസ്സ് തളരുമ്പോൾ നമ്മളെ ശരീരം പെട്ടെന്ന് പതിക്കുന്നത് കാണാം, അല്ലെ? ശരീരം ടക്കെന്ന് താഴെ വീഴും. എന്താ കാര്യം? മനസ്സാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ബലവും ഇല്ല. മനോബലം കൊണ്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അപ്പൊ നിരന്തര സാധനകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിണിത ഫലം എന്താണ്? മഹാബലം. ഇപ്പൊ എല്ലാ ദുഷ്ടശക്തികളെ ഇല്ലാതാക്കാൻ വേണ്ട ബലം ഇതാണ്. ബല, അതിബല എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള 2 മന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ രാമായണത്തിൽ കേട്ടിട്ടുണ്ട്. മഹർഷി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് കൊടുത്തതാണ്. വിശപ്പും ദാഹവും ഇല്ലാതെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ബലവാന്മാരാകാൻ വേണ്ടിയിട്ടാണ് രാമലക്ഷ്മണന്മാർക്ക് കൊടുത്ത ഈ മന്ത്രങ്ങൾ, അല്ലെ? മഹാമന്ത്രാണിത്. ഇത് ദേവിയുടെ മന്ത്രം തന്നെയാണ് ഈ ബല, അതിബല എന്ന് പറയുന്നത്. കാരണം അവർക്ക് യാഗത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനായിട്ട് കൗശികൻ എന്ന് പറയുന്ന വിശ്വാമിത്രൻ കൊടുത്ത മന്ത്രങ്ങളാണിത്. ഇതൊരു യോഗ സാധനയാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല. ദേവിയുടെ മന്ത്രമാണിത്. എല്ലാ രോഗങ്ങളും ഒരു ദൈവത്തിന്റെ ശിക്ഷയല്ല, മറിച്ച് താങ്കളുടെ കർമ്മങ്ങളുടെ ഫലം മാത്രമാണെന്ന് തിരിച്ചറിയണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് ആ ഒരു എന്താ പറയാ, വാൽമീകിയായിരിക്കുന്ന സാക്ഷാൽ വാൽമീകിക്ക് തന്നെ തന്റെ ഭാര്യ ഉപദേശിച്ചു കൊടുക്കുകയാണ്, അല്ലെ? താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പൊ കർമ്മങ്ങളുടെ ഫലമാണ് രോഗങ്ങളായിട്ട് വരുന്നത്, അല്ലെ? അപ്പൊ ഇനി ഇതിനോടനുബന്ധിച്ച് മഹാബലസ്വരൂപനായിരിക്കുന്ന ദേവി ഭക്തന്റെ കഥ നോക്കുകയാണെങ്കിൽ, മഹാബലൻ ഭൂഷുണ്ടി എന്നൊരു കാക്കയെ കുറിച്ച് നമ്മൾ കേട്ടു, അല്ലെ? ഈ ഭൂഷുണ്ടി എങ്ങനെയാണ് ബലനായിട്ട് തീരുന്നതെന്ന് ചോദിച്ചാല്, ദേവിയുടെ ആജ്ഞാനുവർത്തികളായിരിക്കുന്ന 8 ദേവതമാരുണ്ട്. ദേവിയുടെ സഖിമാരായിരിക്കുന്ന അവരുടെ പേരുകള് ജയ, വിജയ, ജയന്തി, അപരാജിത, സിദ്ധ, രക്ത, അലംബുഷ, ഉത്പല എന്നിവരാണ് ദേവിയുടെ സഖിമാര്. ഇതില് അലംബുഷ എന്ന് പറയുന്ന ദേവതയുടെ വാഹനം ചന്ദ്ര എന്ന് പറയുന്ന ഒരു കാക്കയാണ്.
ഇപ്പൊ ഋഷിമുനിമാരുടെ ആശ്രമങ്ങൾ നിത്യമായി സന്ദർശിക്കുന്ന ആ കാക്ക വളരെ ദൃഢതയുള്ള ഒരു ദേവീ ഭക്തനുമായിരുന്നു. അപ്പൊ കാക്കയുടെ ഭക്തി കണ്ടിട്ടാണ് അലംബുഷ എന്ന ഈ കാക്കയെ തന്റെ വാഹനമാക്കിയത്. അപ്പൊ മറ്റു ദേവതമാർക്ക് അരയന്നങ്ങളായിരുന്നു വാഹനങ്ങള്. ഈ ചന്ദ്ര എന്ന കാക്കയുടെ മകനായിട്ടായിരുന്നു ഭൂശുണ്ഡി എന്ന കാക്കയുടെ ജനനം. ദേവിയുടെ ഒരു ആയുധത്തിന്റെ പേരാണ് ചന്ദ്ര തന്റെ മകനിട്ടത്. ഇപ്പൊ ഭൂശുണ്ഡി എന്നാൽ തീ തുപ്പുന്ന ഒരു ആയുധം എന്നാണ് അർത്ഥം. ദേവീ സമക്ഷത്തില് ജനിച്ച കാക്കക്കുഞ്ഞ് ദേവിയുടെ അതിശക്തനായിരിക്കുന്ന ഒരു ഭക്തനായിട്ട് മാറി. ഈ കാക്കയുടെ കൂട് മേരുപർവ്വതത്തിലെ കൽപ്പവൃക്ഷത്തിന്റെ ശിഖരത്തിലായിരുന്നു. ദേവിയുടെ നഖങ്ങളിൽ നിന്ന് ആ ഒരു നാരായണ ഉൽപ്പത്തി ദർശിച്ച ഒരേ ഒരു പക്ഷിയാണ് ഭൂശുണ്ഡി എന്ന് പറയുന്നത്. കരാങ്കുലി നഖോത്പന്ന നാരായണ ദശാങ്കുലി. ഇപ്പൊ വസിഷ്ഠ മുനിക്ക് പോലും ഭൂശുണ്ഡിയുടെ കാര്യം കേട്ടറിഞ്ഞ് കാണാനായിട്ട് എത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ യോഗവാസിഷ്ഠത്തിലും ഭൂശുണ്ഡി പ്രതിപാദ്യ വിഷയമാണ്. ഇനി തന്റെ ജീവിത കാലയളവിൽ വന്ന 5 പ്രളയങ്ങളും ഓർമ്മിക്കുന്ന ഒരാളാണ് ഭൂശുണ്ഡി. അങ്ങനെ ഭൂശുണ്ഡി ബലവാനായിട്ട് തീർന്നു. മനുഷ്യന് കഴിഞ്ഞ കാലങ്ങളിൽ പലതും ഓർക്കാൻ സാധ്യമല്ല അല്ലെ. 5 പ്രളയങ്ങൾ ഓർമ്മിക്കുന്ന ഈ കാക്കയാണ് ഗരുഡന് രാമായണം ഉപദേശിച്ചു കൊടുത്തതെന്ന് പറയുന്നു. സർവജ്ഞനായിരുന്നു ഭൂശുണ്ഡി. അതിനുശേഷം മാത്രമാണ് ഭൂശുണ്ഡിക്ക് മോക്ഷം ലഭിച്ചത്. ഈ ഭൂശുണ്ഡി മുൻജന്മത്തിലെ കീർത്തിമാനായിരിക്കുന്ന വേദശിരസ് എന്ന് പറയുന്ന ഒരു മുനി തപസ്സിലിരുന്നപ്പോൾ അവിടെ ദേവീ ഭക്തനായിരിക്കുന്ന അശ്വശിരസ് എന്ന് പറയുന്ന മുനിയും എത്തി. അത് വേദശിരസിന് രസിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത്? മറ്റൊരു സ്ഥലവും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയും, എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ് ഇതല്ലേ, ഒരു അപരിചിതനെയും അടുപ്പിക്കില്ല. ഇപ്പൊ വേദശിരസിന്റെ അഹങ്കാരത്തോടു കൂടിയുള്ള വാക്കുകൾ കേട്ട അശ്വശിരസ് പെട്ടെന്ന് കോപിഷ്ഠനായിട്ട് ശാപം കൊടുക്കുകയാണ്. മഹാദേവിയുടെ ദാനമായ ഈ പ്രപഞ്ചത്തില് ആർക്കാണ് ആധിപത്യം സ്ഥാപിക്കാൻ പറ്റുന്നത്? സീൽക്കാരത്തിൽ പാമ്പിനെ പോലെ കോപിച്ച നീ ഒരു സർപ്പമായിട്ട് തീരട്ടെ എന്നായിരുന്നു ശാപം. അപ്പോ ആ ഒരു കോപത്താലും താപത്താലും വേദശിരസും ശാപം കൊടുത്തു. ഇത്രയും ചെറിയ ഒരു തെറ്റിന് എന്നെ ശപിച്ച നീയും ഒരു കാക്കയായിട്ട് തീരട്ടെ എന്നായിരുന്നു ശാപം. അങ്ങനെ അന്യോന്യം ശാപം കൊടുത്ത് ദുഃഖിച്ചിരുന്ന അവർക്ക് പ്രായശ്ചിത്തം, ആ ഒരു പശ്ചാത്താപമുണ്ടായി, പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ള ചിന്തയുണ്ടായി. അപ്പോൾ ഗരുഡ വാഹകനായിരിക്കുന്ന മഹാവിഷ്ണുവോട് പ്രത്യക്ഷപ്പെടുകയും അശ്രുക്കളോട് ഭഗവാനെ സ്തുതിച്ച് ഋഷിമാരോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കോപം കൊണ്ട് പരസ്പരം ശപിച്ചത് ശരിയായില്ല. പക്ഷെ പരാശക്തിയുടെ അനുഗ്രഹത്താൽ ശാപമോക്ഷം ഉണ്ടാകും. ത്രേതായുഗത്തിന്റെ അന്ത്യത്തിലെ ഗരുഡന് രാമായണം ഉപദേശിച്ച് അശ്വശിരസ് മോക്ഷം പ്രാപിക്കും. ഇനി ദ്വാപരയുഗത്തില് എന്റെ പാദസ്പർശമേറ്റ് വേദശിരസും മോക്ഷം പ്രാപിക്കും. അതുകൊണ്ട് കർമ്മഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. മാത്രമല്ല നിങ്ങളുടെ നശ്വ ശരീരത്തില് സദാ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമെന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെയാണ് അശ്വശിരസ് ഭൂശുണ്ഡി എന്ന കാക്കയും വേദശിരസ് ദ്വാപരയുഗത്തില് അമ്പാടിയിലെ വിറപ്പിച്ച യമുനാ നദിയിലെ കാളിയൻ എന്ന് പറയുന്ന സർപ്പവുമായിട്ട് തീർന്നത്. ശ്രീകൃഷ്ണന്റെ കുഞ്ഞു പാദങ്ങൾ നൃത്തം ചെയ്ത കാളിയന് മോക്ഷം കൊടുക്കുകയാണില്ലേ. ആ ഒരു കാളിയ മർദ്ദനം നമുക്കറിയാം. ഭഗവാന്റെ കുഞ്ഞു പാദങ്ങൾ, ആ ഒരു എന്താ പറയാ, ശംഖുചക്ര ഗദാപത്മങ്ങളാണ് ഭഗവാന്റെ പാദങ്ങൾ ആ ശിരസിൽ പതിഞ്ഞത് ആ കാളിയന്റെ. അങ്ങനെ കാളിയൻ മോക്ഷം പ്രാപിക്കുകയാണ്. അങ്ങനെ ബലവാനായിരിക്കുന്ന ഭൂശുണ്ഡി തന്റെ അചഞ്ചലമായ ദേവീ ഭക്തി കൊണ്ട് ബലവാനായിട്ട് തീരുകയും ദേവി മഹാബല എന്ന നാമത്തിൽ പ്രകീർത്തിതയാവുകയും ചെയ്തു. തന്റെ ഭക്തരുടെ നാമത്താല് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ദേവി ശരണാഗത വത്സലയാണ് അല്ലെ, ഭക്തവത്സലയാണ് അമ്മ. അപ്പൊ മാനസിക ബലമാണ് ദേവി ഉപാസനയിൽ ഏറ്റവും പ്രധാനം എന്ന് കാണിക്കുകയാണ്. കാരണം മനസ്സാണ് നമ്മളെ ചപലമായിട്ടിരിക്കുന്നത്. ഏതൊരു സാധനയും നമ്മൾ പൂർണ്ണതയില് നമ്മുടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഉറച്ച മനസ്സോടുകൂടി നമ്മുടെ ലക്ഷ്യം ദേവി മാത്രമാണെന്ന് മനസ്സിലാക്കി ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം, സഞ്ചരിക്കണം. വേറെ ഒന്നും നമ്മളെ പ്രകോപിതമാക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേവിയുടെ പാദത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. ആ മഹാബലത്തിന് അടിസ്ഥാന രൂപിണിയായിരിക്കുന്ന മഹാബലയായിട്ടിരിക്കുന്ന ദേവി അല്ലെ. അപ്പൊ ആ ദേവി ആരാണ്? മഹാബുദ്ധിയാണ്. ഇപ്പൊ മഹത്തായിരിക്കുന്ന ബുദ്ധിയോട് കൂടിയവളാണ്. ഇപ്പൊ നമ്മള് ദേവിയുടെ മഹത്തത്വങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് അല്ലേ. അപ്പം ആ ദേവി മഹാബുദ്ധിയാണ്. ഇപ്പം മഹതിയായും ബുദ്ധി രൂപിണിയായിട്ടും ദേവിയെ നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ട്. ദേവി മഹാത്മ്യത്തിൽ യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യ 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 നമോ നമ. ദേവിയെ കുറിച്ചുള്ള നാമത്തിൽ ഏറ്റവും ഉയർന്നാണ്. കാരണം ബുദ്ധിരൂപേണ സംസ്ഥിത,
അപ്പൊ ദേവി മഹാത്മ്യം ദേവിയെ ബുദ്ധി രൂപത്തില് സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവളായിട്ട് കാണുകയാണ്. മഹാദേവി ബുദ്ധിയില് ഉത്പന്നയായാൽ പിന്നെ ജ്ഞാനവും സ്വയമേ ഉണ്ടാകുന്ന പറയണു. അതുകൊണ്ടാണ് ദേവിക്ക് അവിടെ മഹാബുദ്ധി എന്നുള്ള നാമം. അപ്പൊ സൗഭാഗ്യ ഭാസ്കരൻ സൂചിപ്പിക്കുന്നു. കാരണം യസ്മിൻ വിജ്ഞാതെ സർവമിതം വിജ്ഞാനം സ്യാത് എന്ന ശ്രുതിവാക്യം ഭാസ്കരരായർ പറയുന്നുണ്ട്. കാരണം തന്റെ ഉപാസകരില് മഹതിയായിരിക്കുന്ന ബുദ്ധി രൂപത്തിലെ ലളിതാംബിക തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന ബുദ്ധി അല്ലെ, ബുദ്ധി കൊണ്ടാണ് നമുക്ക് വിവേചന ശക്തി ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്ന ബുദ്ധികള് ആരിൽ നിന്ന് വന്നോ ആ ബുദ്ധിക്കെല്ലാം ആധാരമായിട്ടിരിക്കുന്നവൾ സാക്ഷാൽ മഹത്തായ ബുദ്ധിയുടെ ഉറവിടമായിട്ടിരിക്കുന്നവൾ, അതാണ് മഹാബുദ്ധി. അപ്പോൾ സകല കാര്യകാരണങ്ങൾക്ക് ഇല്ലേ അതിനുള്ള കാരണശക്തിയായിരിക്കുന്ന അല്ലെ മൂല കാരണമായിരിക്കുന്ന ശക്തി അത് എല്ലാറ്റിലും പ്രജ്ഞയായിട്ട് വിളങ്ങണു. അപ്പൊ അതിനെ നമ്മൾ മഹാബുദ്ധി എന്ന് പറയാം. മഹാബല മഹാബുദ്ധിയായിട്ട് തീർന്നു. അപ്പൊ ബലവും വീര്യവും എങ്ങനെ ലഭിക്കുന്നു, അതിനെ എങ്ങനെ നിലനിർത്തണം എന്നതിന്റെ ഒക്കെ ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഈ നാമം. തന്റെ ബുദ്ധിയെ മഹത്താക്കി അവയെല്ലാം തന്നെ സമൃദ്ധമായിട്ട് വിനിയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം നേടാൻ സാധിക്കുള്ളൂ. ഇപ്പൊ സ്മൃതി, അവബോധം, അനുഭവം, അറിവ് ഇതെല്ലാം തന്നെ ബുദ്ധിയുടെ അടിസ്ഥാന തത്വങ്ങളാണ്. ഇപ്പൊ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ബുദ്ധിയുണ്ട്. പക്ഷെ അതിനെ മഹത്തായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നുള്ളൂ. ഇല്ലേ? ഉറവജലം മണ്ണിന്റെ അടിയിൽ ഉണ്ടാകാം, പക്ഷെ കുഴിച്ചു ചെന്നാലേ നമുക്കത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ദേവി മഹാത്മ്യത്തിലെ സ്തുതി അങ്ങനെയാണ്. യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. ഇപ്പൊ എല്ലാ ഭൂതങ്ങളും ബുദ്ധിരൂപത്തിലിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ സാധകൻ ബുദ്ധിരൂപത്തിലിരിക്കുന്ന ആ ഒരു ദേവിയെ കണ്ടെത്തി മഹത്തായിട്ട് തീർക്കണം. ഈ സ്തുതിയിലൂടെ നമ്മൾ പറയുന്ന അതാണ് അല്ലേ. ബുദ്ധിയുടെ വിന്യാസം കൊണ്ട് പറയാൻ പറ്റാത്തവയെ നമ്മൾ അറിയണു. ശേഷം നമ്മൾ യോഗത്തിലാവുകയും ചെയ്യും. ഇനി ചന്ദ്രന്റെ 8ാം നാള് മഹാബല എന്നാണ് അറിയപ്പെടുന്നത്. മഹത്തായിരിക്കുന്ന ബുദ്ധിയുടെ നാൾ കൂടിയായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അഷ്ടമി ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിതായൈ നമ. അന്ധകരണങ്ങളായിരിക്കുന്ന മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയില് ആ ഒരു സ്വായത്തമാക്കുന്നതിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവയൊക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇനി ബുദ്ധിയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിനെയും ചിത്തത്തെയും അഹങ്കാരത്തെയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ബുദ്ധിയാണ് ഉറച്ചത്. നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ട്. തെറ്റും ശരിയും നിത്യം അനിത്യം എല്ലാം തീരുമാനിക്കുന്നത് എന്താണ്? നമ്മുടെ ബുദ്ധിയാണ് അല്ലേ. ഇനി മഹത്തായിരിക്കുന്ന ആ ബുദ്ധി എന്നാല് അജ്ഞാനമാകുന്ന തമസും ദേവി തന്നെയാണെന്ന് അർത്ഥം. അപ്പൊ ആ ബുദ്ധിയെ അറിഞ്ഞ് ബുദ്ധിയുടെ പ്രഭാവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ ഇരുട്ടിനെ അറിഞ്ഞാലേ പ്രകാശം നമുക്ക് ആസ്വാദ്യമാവുകയുള്ളൂ. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ വിദ്യ അവിദ്യ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാഗണപതി എന്ന് ഭക്തിമാരുടെ ഒരാളുടെ പേര് ബുദ്ധി എന്നാണ് അല്ലെ. സിദ്ധിയും ബുദ്ധിയും. ഇപ്പൊ തുഷ്ടി, പുഷ്ടി, ഋദ്ധി ഇങ്ങനെ ചില പുരാണങ്ങളിൽ പറയാറുണ്ട്. ഇപ്പൊ പ്രജാപതിയുടെ പുത്രിയായിട്ടാണ് ബുദ്ധി ദേവി ജന്മം കൊള്ളുന്നത്. വിനായകന്റെ ഇടം വലം കൈകളായിരിക്കുന്ന സിദ്ധിയും ബുദ്ധിയും വന്നത് കൊണ്ടാണ് ഗണപതിയെ നമ്മൾ ആ ഒരു ബുദ്ധനും സിദ്ധനുമായിട്ട് നമ്മൾ പൂജിക്കുന്നത് അല്ലെ. വിശ്വകർമാവിന്റെ പുത്രിമാരായിരുന്ന സിദ്ധിയും ബുദ്ധിയും എന്ന് പറയാറുണ്ട്. ധർമ്മദേവന്റെ പത്നിമാരിൽ ഒരാളുടെ നാമം ബുദ്ധി എന്നാണ്. ഇവരുടെ പുത്രന്റെ നാമം എന്ന അർത്ഥം എന്നാണ്. ശരിക്കും ധർമ്മദേവന്റെ മറ്റു ഭക്തിമാരുടെ നാമങ്ങള് ശ്രദ്ധ, ലക്ഷ്മി, ധൃതി, മേധ, പുഷ്ടി, ക്രിയ, ലജ്ജ, ശാന്തി, കീർത്തി, സിദ്ധി എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പേരുകൾ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാല് ഒരു മനുഷ്യാത്മാവിന് വേണ്ട ഗുണങ്ങളാണ് ഇതൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം നമ്മള് ഒരു കഥ രൂപത്തിൽ വരുന്നെങ്കിലും നമുക്ക് വേണ്ട ഗുണങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. എല്ലാവരുടെയും ഉള്ളില് ആ എല്ലാത്തിനെയും ഉണർത്തുന്ന അറിവെന്ന് പറയുന്നത് ആ രൂപത്തിലിരിക്കുന്നത് ആരാണ്? സാക്ഷാൽ മഹാദേവി തന്നെയാണ്. അപ്പൊ മഹാബുദ്ധിയായിരിക്കുന്ന ദേവി എന്താണ്? മഹാസിദ്ധി. അടുത്ത നാമം മഹാസിദ്ധി, മഹത്തായ സിദ്ധികളോട് കൂടിയവൾ. ഇപ്പൊ സിദ്ധി എന്ന പദത്തെ ആചാര്യന്മാര് രണ്ടു വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. മഹേശ്വരി എന്ന നാമത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ച അണിമ, മഹിമ തുടങ്ങിയ 8 ഐശ്വര്യങ്ങള്, അഷ്ടസിദ്ധികള് പറയാം. ഈ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഈ രസവാദം, ശീതോഷ്ണ സഹനശക്തി, അധമോത്തമ ഭാവം, സുഖ ദുഃഖ തുല്യത,
കാന്തി ബല ബാഹുല്യം, വിശോകം, ആ ഒരു പരമാത്മ പരതയോടുകൂടിയ ആ ഒരു തപോനിഷ്ഠ, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. കാരണം അണിമാദികളായിരിക്കുന്ന അഷ്ടസിദ്ധികൾക്കും പ്രഭവം എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഭാസ്കരാചാര്യര് ഈ സ്കന്ദപുരാണത്തിൽ ഇങ്ങനെയാണ് പറയണത്. കാരണം ഈ പറയുന്ന മഹാസിദ്ധികള്, ഇതെല്ലാം കൂടിയ അഷ്ടസിദ്ധിയോട് കൂടിയവൾ, അതാണ് മഹാസിദ്ധി എന്ന് പറയുന്നത്. അപ്പോ ഈ മഹാബുദ്ധിയായിരിക്കുന്ന ദേവി സിദ്ധികൾക്കെല്ലാം ഉത്ഭവസ്ഥാനം കൂടിയാണ്. സിദ്ധി 3 തരത്തിൽ നമുക്ക് അല്ലാതെ പറയാം. അഭ്യാസ സിദ്ധി, അതായത് നിത്യ അഭ്യാസം കൊണ്ട് നേടുന്ന അസാധാരണമായിട്ടുള്ള കഴിവ്. സഹജ സിദ്ധി, ജന്മം കൊണ്ട് നമുക്ക് ജന്മം മുതല് കണ്ടു തുടങ്ങുന്ന കഴിവ്. പിന്നെ ഉപാസനാ സിദ്ധി, ഉപാസനയിൽ നിന്നുണ്ടാകുന്ന സിദ്ധി. ഇപ്പൊ എല്ലാ സിദ്ധികളും അമ്മയുടെ കാരുണ്യം തന്നെയാണ്. ഇപ്പൊ മഹാസിദ്ധി എന്നതിന് ഏറ്റവും ഉയർന്ന ഒരു അർത്ഥമുണ്ട്, മോക്ഷം. അപ്പൊ ഈ എല്ലാത്തെയും തരുന്നവൾ, മഹത്തായിരിക്കുന്ന സിദ്ധിയോടുകൂടിയ ശക്തി. ഇപ്പൊ കഴിഞ്ഞ നാമം ബുദ്ധിയും, എന്താ പറയാ, ഈ നാമം സിദ്ധിയുമാണ് അല്ലെ. ഇപ്പൊ സിദ്ധി എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമായ ഒരു ഇന്ദ്രജാലം അല്ല എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം ബുദ്ധിയെ മഹത്തരമാക്കി നേടുന്ന അറിവുകളിലൂടെ, അനുഭവങ്ങളിലൂടെ പരിചയപ്പെടുത്തി നമ്മളെ എടുത്ത് കൊണ്ടുവന്ന് അവസാനം പറയുന്നു ദേവി സിദ്ധിയാണ്. ഓരോന്നിലും സ്ഥിതി ചെയ്യുന്ന ആ നൈപുണ്യ ശക്തികളെ മഹാസിദ്ധികളെന്ന് നമ്മൾ പറയണം. കാരണം ശക്തികളുടെ പൂർണ്ണതയിലാണ് സിദ്ധികൾ ഉണ്ടാകുന്നത്. മഹേശ്വരി എന്ന നാമത്തില് അഷ്ടൈശ്വര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ ഐശ്വര്യങ്ങൾ സ്വന്തമാക്കാൻ ഓരോ സിദ്ധികൾ നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മസിദ്ധി, വിവിധ സിദ്ധി, ജ്ഞാനസിദ്ധി, തപസ്സിദ്ധി, ക്ഷേത്രസിദ്ധി, ദേവസിദ്ധി, ശരീരസിദ്ധി, വിക്രിയ സിദ്ധി, ഇങ്ങനെ 8 സിദ്ധികൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്താണ് ഈ സിദ്ധികൾ എന്ന് ചോദിച്ചാല് ആത്മചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട്, അതിനെയാണ് നമ്മൾ ആത്മസിദ്ധി എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ നമ്മൾ ഭൗതികതയിൽ ഉലഞ്ഞു പോകുന്നില്ല. ഇപ്പൊ ഭൗതിക കാര്യങ്ങളാണ് വിവിധ സിദ്ധികൾ. ബോധപൂർവമുള്ള പ്രവൃത്തിയാണ് ജ്ഞാനസിദ്ധി. ഇപ്പൊ ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ പ്രതികൂല കാലാവസ്ഥകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ തപസ്സിദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ ശരീരം തന്നെയാണ് ക്ഷേത്രം, അഥവാ മണ്ണ്, അതിനെക്കുറിച്ചുള്ള അറിവാണ് ക്ഷേത്രസിദ്ധി. ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ചരാചരങ്ങളുടെയും പരിതസ്ഥിതികളെ എല്ലാം സംരക്ഷിക്കലാണ് ദേവസിദ്ധി. ഇതിലൂടെ ദേഹത്തിന് അപ്പുറമുള്ളത് വരെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇനി ദേവസിദ്ധിയിലൂടെ നേടുന്നതാണ് ശരീരസിദ്ധി. അസുഖങ്ങളില്ലാതെ ഊർജ്ജസ്വലതയോടുകൂടി ജീവിക്കുന്നതിനാണ് നമ്മൾ ശരീരസിദ്ധി എന്ന് പറയുന്നത്. ലൗകിക വിരക്തി, പരപീഡ അകറ്റുന്നതിലെ കേമത്വം, ഇച്ഛാമൃത്യു തുടങ്ങിയവയാണ് വിക്രിയ സിദ്ധി എന്ന് പറയുന്നത്. ഇതെല്ലാ സിദ്ധികളുടെയും പരിപൂർണതയാണ് പരാശക്തി. ഇതില് ഒരു സിദ്ധി നേടിയാൽ പോലും സിദ്ധനായിട്ട് തീരും അല്ലെ. ഇപ്പൊ ഒരു വ്യക്തിയില് ഈ സിദ്ധി ഉണ്ടാകുന്നത് 8 കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് ദൃശ്യം, ശ്രവണം, അധ്യയനം, ഉച്ചാരണം, ഊഹം, സ്പർശം, സംജ്ഞ, ആധ്യാത്മികം. ഇതാണ് അവ. ഇവയുള്ള പലരെയും നമുക്ക് ഈ ലോകത്തില് കണ്ടുമുട്ടാൻ സാധിക്കും. അപ്പൊ പരമശിവനിൽ തെളിഞ്ഞിരിക്കുന്ന ശക്തി അല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ദേവിയാണ് നമ്മൾ എന്താ പറയുന്നത്, മഹാസിദ്ധി. അപ്പൊ ഈ മഹാസിദ്ധി പരമശിവനിൽ ഇരിക്കുന്ന ശക്തിയാണ്. അപ്പൊ അമോഘ സിദ്ധി, സർവസിദ്ധി, വിജയസിദ്ധി, രസസിദ്ധി തുടങ്ങിയ 18 സിദ്ധികളാണ് ശിവഭഗവാനിലുള്ളത്. ഇപ്പൊ മഹാഭാരതത്തിലെ പൃഥ എന്ന കുന്തി ദേവിയെ സിദ്ധിയുടെ അവതാരമായിട്ട് പറയാറുണ്ട്. എല്ലാ സിദ്ധികൾക്കും ഇരിപ്പിടമായിരിക്കുന്ന മഹാദേവന്റെ പുത്രനായ ഗണപതിക്ക് പത്നിയായിരിക്കുന്നത് സിദ്ധി തന്നെയാണ്. ഇപ്പൊ ഗണപതിയിൽ 56 സിദ്ധികളാണ് പ്രകടമായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. ഇങ്ങനെ 56 വിനായകന്മാരെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഭാരതത്തില്. കാശിയിലാണ് ഈ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. അറിവും അനുഭവവും സമന്വയിക്കുമ്പോൾ സിദ്ധികൾ ഉണ്ടാകണു. ഇപ്പൊ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഇത് തന്നെയാണ് ഇല്ലേ. ഇതെല്ലാം അറിയണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? സാക്ഷാൽ പരാശക്തിയിലുള്ള അടിയുറച്ച വിശ്വാസം, സാധനാ തലം. അമ്മയെ ഉപാസിക്കുക. അമ്മയിലൂടെ മാത്രമേ നമുക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആരായിട്ട് തീരുന്ന? അടുത്ത നാമം പറയണം, മഹായോഗ യോഗേശ്വരി. മഹായോഗ യോഗേശ്വരി. ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.